ക്വസ്റ്റ്യൻ ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഇന്ന് വാർത്തകളുടെ കേന്ദ്രബിന്ദുവും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുമായ ശ്രീ എം.എ. ബേബിയാണ്. ശ്രീ ബേബി സ്വാഗതം. ബേബി, എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ മാർക്ക് ട്വെയിൻ പറഞ്ഞ പോലെ അല്പം ഒരു അപരിചിതത്വം ഇല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നന്നാവില്ലാന്ന്. ബേബി വളരെ നന്നായി അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് വല്ലാത്തൊരു ഒരു സന്ത്രാസത്തോടുകൂടിയാണ് ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പ്രശ്നമില്ല. കാരണം എന്നെ വളരെ നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിലും അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും എന്നിൽ ബാക്കിയുണ്ട്. അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അത് മറച്ചു വെച്ചതല്ല, കണ്ടെത്താൻ കഴിയാത്തതാവാം. പ്രോബ് ചെയ്യണമെന്നുള്ളതാണ് അർത്ഥം. അത് തന്നെയാണ്. പക്ഷെ എന്തായാലും അത് ക്യാമറ ഇല്ലാതെ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ക്യാമറയുടെ മുമ്പിൽ പറയുമെന്ന് ആരും തോന്നുന്നില്ല, ആർക്കും വിചാരിക്കാൻ പറ്റില്ല. ക്യാമറ ഇല്ലാതെ പറയേണ്ട ഒരു കാര്യം എനിക്കില്ല. അതാണ് അതിനകത്തുള്ളൊരു പ്രത്യേകത. ക്യാമറ ഇല്ലാതെ പറയണ്ട, അപ്പോൾ എല്ലാം ക്യാമറയിൽ പറയേണ്ടതാണെന്ന്. അപ്പോൾ ഇതുവരെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയാനുള്ളൊരു വേദി കൂടിയാണ്. ഞാനിപ്പോൾ എന്തായാലും വളരെ ഗൗരവമേറിയ ഒരു ചോദ്യത്തിൽ നിന്ന് ഈ ഇൻ്റർവ്യൂ തുടങ്ങാം. അതായത് ബേബി വളരെ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു തലമുറ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ തന്നെയും ഏറെക്കുറെ അതിന് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക സാഹചര്യത്തിൽ പഠിച്ചു വളർന്നൊരു ആളാണ്. വളരെ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. വളരെ സാധാരണക്കാരായ വിദ്യാർത്ഥിയായി പിന്നീട് പൊതുപ്രവർത്തനത്തിലൂടെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായി. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അന്തരമാണ്. അതുണ്ടാക്കാവുന്നൊരു ഇമ്പാക്റ്റ് ബേബിയുടെ മനസ്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് എനിക്ക് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി ജീവിതത്തിൻ്റെ ഭാഗമായി പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ നിർവഹിക്കുന്നു എന്നുള്ള നിലയിലാണ് ഇതിനെല്ലാം കണ്ടിട്ടുള്ളത്. പല സന്ദർഭങ്ങളിലും ചില ചുമതലകൾ പാർട്ടി ഏൽപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന് ഞാൻ അർഹനാണോ, ഈ ചുമതല ഏറ്റെടുക്കാനുള്ള കഴിവുകൾ എനിക്കുണ്ടോ, ഈ ചുമതല നിർവഹിക്കാൻ എന്നേക്കാളും പ്രാപ്തരായ മറ്റു പലരുമില്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രാജ്യസഭാ അംഗമാകേണ്ടി വന്നു. അപ്പോഴും മറ്റാളുകളെ അവഗണിച്ചിട്ടാണ്. വളരെ ചെറിയ പ്രായത്തിൽ 32ാമത്തെ വയസ്സിലെ പറ്റിയാണ്. 32 പ്രായം കുറച്ച് പറയാൻ ശ്രമിക്കുകയാണ്. സത്യസന്ധമായിട്ടുണ്ട്, അതെല്ലാം റെക്കോർഡ്സ് ഉള്ളതാണല്ലോ. അപ്പോൾ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായി എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കാതെ പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. അപ്പോൾ ഈ ചുമതല നിറവേറ്റാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി, ഈ ചുമതല യഥാർത്ഥത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് പാർട്ടിയാണ്, ഞാനെന്നുള്ള വ്യക്തിയല്ല. പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, അതായത് ഇപ്പോൾ നമ്മളൊരു സംഘടനാ തത്വം അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വം അനുസരിച്ച് പാർട്ടിയാണ് എല്ലാം ചെയ്യുന്നത് പറഞ്ഞാലും ഒരു വ്യക്തിയുടെ ഒരു ഭാവന, പ്രത്യേക പൊസിഷനിലിരിക്കുമ്പോൾ അവർ കാണിക്കുന്ന ഒരു ഭാവനാപൂർണ്ണമായിട്ടുള്ള സമീപനങ്ങൾ, അവരെടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ, ഇതിനൊക്കെ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു മന്ത്രി എന്ന നിലയിൽ എടുക്കുന്ന തീരുമാനങ്ങളും ആ മന്ത്രിയുടെ കാഴ്ചപ്പാടുകളും ഒട്ടേറെ വ്യത്യാസങ്ങളുണ്ടാകും. ഇപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ എനിക്ക് തോന്നുന്നു തനതായ പ്രശ്നങ്ങളും അതിൻ്റെ രൂക്ഷതയുമായിരിക്കാം ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് കേന്ദ്രബിന്ദുവാക്കുന്നത്. മറ്റൊരു വകുപ്പുകൾക്കും ഇല്ലാത്ത ഒരു ശ്രദ്ധ വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടുന്ന കേവലം സ്വാശ്രയം മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗം, അതുപോലെ മാറുന്ന ലോകവുമായിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ക്രമത്തെ ബന്ധപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം, അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ബേബിയിലേക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ലൈറ്റിങ്ങിനെ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കതൊരു അമ്പരപ്പ് തോന്നുന്നുണ്ടോ? അമ്പരപ്പ് തോന്നുന്നില്ല, സത്യം പറയണം, അതുള്ള കാര്യം പറയാം. അമ്പരപ്പ് തോന്നുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തു, ഒരു അമ്പരപ്പും തോന്നിയില്ല. കാരണം ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിനെതിരായിട്ട് സമരം ചെയ്യാൻ, മർദ്ദനം അഭിമുഖീകരിക്കാൻ ചാടിപ്പുറപ്പെടുക എന്നുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കടമയാണെന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതുപോലെ ഞാൻ ഈ വിദ്യാഭ്യാസ മന്ത്രി പദവിയിലേക്ക് വരാം. അതായത് ബേബിക്ക് തന്നെ അറിയാവുന്ന പോലെ ഇപ്പം ബേബി എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അത് ഒരു പർട്ടിക്കുലർ ക്രൈസിസിൻ്റെ സൊല്യൂഷൻ മാത്രമല്ല. അതായത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ സ്ട്രീംലൈൻ ചെയ്യാൻ കഴിയും, അതായത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന, കേരളത്തിൻ്റെ സമൂഹം ആർജിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഔന്നത്യത്തിനനുസരിച്ച് എങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റാൻ പറ്റും എന്നുള്ള ആണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ മുൻകാലങ്ങളിലൊന്നും ആ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇക്കുറി ബേബിയുടെ മുകളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പ്രതീക്ഷകൾ വരുമ്പോഴായിരിക്കുമല്ലോ നിരാശ ഉണ്ടാകുക, ആശ കൂടുമ്പോഴാണല്ലോ നിരാശ വരിക. അപ്പോൾ അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ ബേബിയുടെ മനസ്സിൽ മനനം ചെയ്യാൻ പോലും ബേബിയെ പ്രേരിപ്പിക്കുന്നുണ്ടാവില്ലേ? ഇത് വളരെ ശരിയായിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ചുമതല ഏറ്റെടുത്ത് ഇപ്പം 50 ദിവസത്തോളം, മെയ് 18-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ ദിവസം കണക്ക് 2 മാസം പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഈ സമയത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു
ഒരു ട്രെയിനിൻ്റെ ബോഗികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത് പോലെ പ്രശ്നങ്ങളുടെ ബോഗികൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതോരോന്നും കൈകാര്യം ചെയ്യണം. അതോടൊപ്പം വിദ്യാഭ്യാസ മേഖല നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് പരിശോധിച്ച് അതിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു ദീർഘകാല പരിപ്രേക്ഷ്യം വികസിപ്പിച്ചെടുക്കണം. ഈ രണ്ട് തരത്തിലുള്ള കടമകളും അത് ഓരോ വകുപ്പിനും ബാധകമാണെങ്കിൽ പോലും മറ്റു വകുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യാസമായി വിദ്യാഭ്യാസത്തിന് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കേരള സമൂഹം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മുന്നണിയിലാണ് നിൽക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഓരോ കുടുംബവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ, ഇനി എന്ത്, നാളെ എന്ത് വേണം, ഇതിങ്ങനെ തന്നെ മതിയോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു പലരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ടൊരു ഘടകം, അതായത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ മനസ്സ് അറിയാവുന്ന ഒരാളാണ് ബേബി. വെച്ചാൽ ഒരു വിദ്യാർത്ഥിയായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നു. അപ്പം സാധാരണ ഒരു വിദ്യാർത്ഥിയുടെ എല്ലാ മാനസികാവസ്ഥയും മനസ്സിലാക്കുന്ന ഒരാളാണ്. ഒരു പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, മറിച്ച് പൊതുവേ ഉദാഹരണം പറഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോൾ പൊട്ടിയൊരു സ്ലേറ്റ്, ഒരു പെൻസിൽ മാത്രം, ചെരുപ്പില്ലാതെ പോകുന്നു, ഒരു ജോഡി മാത്രം യൂണിഫോം ഇല്ലാത്ത സ്കൂളുകൾ, വാച്ച് പോലും ഇല്ലാത്ത ഇത്, പഠിക്കുന്ന സ്കൂളിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു ആംബിയൻസിൽ നിന്ന് വളർന്നു വന്ന, എന്നാൽ പിന്നീട് അവരുടെ കഠിനാധ്വാനം കൊണ്ട് പല സ്ഥലങ്ങളിലും എത്തിയിട്ടുള്ള ആ ഒരു വലിയ വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് ബേബി. അപ്പം അതുണ്ടാക്കാവുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രതികരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഈ ഒരു അവസ്ഥ മനസ്സിലാകണമെന്നില്ല. അപ്പം ബേബിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബേബിക്ക് ഇതെല്ലാം മനസ്സിലാവും. അപ്പം കൂടുതൽ ദിശാബോധം ബേബിക്ക് ലഭിക്കാൻ കൂടി ചിലപ്പോൾ ഈ ഒരു അനുഭവം വേണമെങ്കിൽ സഹായകരമാണെങ്കിൽ തന്നെയും ഇത് ഏൽപ്പിക്കുന്ന ഒരു പ്രതീക്ഷ വല്ലാത്തൊരു ഭാരമായിട്ട് വേണമെങ്കിൽ അനുഭവപ്പെട്ടേക്കാം. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഈ പറഞ്ഞ അസംബ്ലിയിൽ ചിലർ പറയുന്ന പോലെ ബേബി ഈ പറഞ്ഞ പ്രതിപക്ഷക്കാർ വട്ടുതട്ടി എന്ന് പറയുന്നുണ്ട്. വട്ടുതട്ടിയിട്ടൊന്നും ഇല്ലല്ലേ, പക്ഷെ ചെറുതായി ഒന്ന് റാഗി ചെയ്യുന്നു. ഒരു ആഗ്രഹമാണ് അവരുടേത്. അത് നിയമസഭയിൽ സത്യസന്ധമായി കാര്യങ്ങളെല്ലാം തുറന്നു പറയുക എന്നുള്ള സമീപനമാണ്. ബേബി കുറച്ച് വളരെ സ്വാത്വികനായിട്ട് എനിക്ക് സംശയമുണ്ട് കേട്ടോ. എനിക്കൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് വളരെ സംയമനത്തോടെ വളരെ അക്ഷരശുദ്ധിയോടെ ഈ കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ടോ? ചില കാര്യങ്ങൾ ഒരു എന്താ പറയണ്ട, ഒരു ഗോഗോ വിളിച്ചിട്ട് അത് ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട്, കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെന്ന് പരാജയമെന്ന്. അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 10-12 വർഷക്കാലം രാജ്യസഭയുടെ അകവും പുറവും അറിഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മൾ നിയമസഭയിലൂടെ ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം. ഈ ഫാക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് അത്തരത്തിൽ മറച്ചു വെക്കപ്പെടേണ്ട യാതൊന്നുമില്ല എന്നുള്ള നിലയിലാണ് ഞാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ സ്വമേധയാണ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഭയുടെ മേശപ്പുറത്ത് വെക്കാം. കാര്യം ഗവൺമെൻറ്റിന്, LDF ഗവൺമെൻറ് മറച്ചു വെക്കാൻ യാതൊന്നുമില്ല. ഇതുമായി ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക നിലപാടെടുത്ത് ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങളെ സഹായിക്കാൻ വിദൂരമായി പോലും ആരും ചിന്തിക്കാത്ത സാഹചര്യത്തിൽ മറച്ചു വെക്കാൻ യാതൊന്നുമില്ല. അതുകൊണ്ട് അതായത് ഇപ്പം ഈ ഫാക്സ് വിവാദം ഉദാഹരണം ഇതിനെ വളരെ സീരിയസ് ആയി കാണുന്ന ഒരു വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ ഒരു നിരീക്ഷകനോ ഇതിനകത്ത് സബ്സ്റ്റാൻറ്റീവായിട്ടൊന്നുമില്ല. ഒരു ഡേറ്റും മറ്റു കാര്യങ്ങളുടെ സംഭവം. അഥവാ നിങ്ങൾ ഈ ഫാക്സ് നേരിട്ട് അയച്ചതെങ്കിൽ തന്നെയും അവരെടുക്കാവുന്ന പൊസിഷൻ, അവരുടെ ഒരു വല്ലാത്തൊരു പൊസിഷനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ തന്നെയും ഇതിൻ്റെ മുകളിലൊരു പുകമറ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞത്. അത് നമ്മൾ എത്രത്തോളം നമ്മൾ നിശ്ചയിച്ചിട്ടും കാര്യമില്ല. അതായത് ചെറിയ പോരായ്മയാണെങ്കിൽ തന്നെയും ആ പോരായ്മയെ ഒരു കാഴ്ചപ്പാടായിട്ടും നിലപാടായിട്ടും ചിത്രീകരിക്കുന്നതിൽ ഒരു പരിധിവരെ അവർ സഹായിച്ചു. അതിലുണ്ടാകേണ്ട ഒരു സൂക്ഷ്മത ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ബേബിക്ക് തർക്കം ഉണ്ടാവില്ല അല്ലേ? അതിൽ പ്രതിപക്ഷം ഈ പ്രശ്നം വളരെ ഗൗരവമായി സഭയിൽ ഉന്നയിക്കേണ്ടത് അവരുടെ കടമയാണെന്നാണ് ഞാൻ കാണുന്നത്. അതിനകത്തെനിക്ക് ആ ഒരു സംശയമില്ല. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പോരായ്മ അതിന് നൽകേണ്ട ഗൗരവത്തിനപ്പുറം ഇതിന് ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട്, ന്യൂനപക്ഷ പദവി നേടാൻ ശ്രമിക്കുന്ന സ്ഥാപനങ്ങളുമായിട്ട് ഒത്തുകളിക്കുകയാണ്, അതിന് സഹായകമായ നിലപാടെടുത്തു എന്നെല്ലാം പറയുന്ന അസംബന്ധമാണ്. നമ്മുടെ ഗവൺമെൻറ്റിലെ ഇത്തരം ചുമതലകൾ ഇപ്പോൾ ഒരു ഫാക്സ് അയക്കുന്നു, ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് അയക്കുന്നു. അത് അയക്കുമ്പോൾ അതീവ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടിയാണ് അത് ചെയ്യേണ്ടത്. ആ സൂക്ഷ്മതയിലും ശ്രദ്ധയിലും വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയമായ കാര്യമാണ്. അത് പ്രതിപക്ഷം ഉന്നയിച്ചതുകൊണ്ടുകൂടിയാണ് ഇത്രത്തോളം ഗൗരവത്തോടു കൂടി വന്നത്. ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ള പിഴവുകൾ ശക്തമായി തിരുത്താൻ ആവശ്യമായ നടപടിയെടുക്കാനുള്ള ഒരു അവസരമാണ് പ്രതിപക്ഷം നൽകിയത്. അതിനപ്പുറം ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു വീഴ്ചയാണ് എന്ന് ചിത്രീകരിക്കുന്നത് അർത്ഥശൂന്യമാണ്.
വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അത് വേറൊരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമ്മുടെ ഈ ഒരു പ്രത്യേക അഭിമുഖത്തിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റ് ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഈ ഒരു പിന്നെ അഭിമുഖത്തിൻ്റെ ഫോർമാറ്റിൽ നമ്മുടെ വളരെ ചെറുതെന്ന് നമ്മൾ വിചാരിക്കുന്ന എന്നാൽ വളരെ പ്രത്യേകതയുള്ള തനതായ സ്വഭാവവിശേഷങ്ങൾ പോയി ചിലപ്പോൾ കടന്നു വരാറുണ്ട്. ഇപ്പം ബേബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അടുത്തറിയാവുന്ന ആൾക്കാരല്ലാതെ കുറച്ചല്പം മാറി നിൽക്കുന്ന ആൾക്കാർ പറയും ബേബി ഒന്ന് മസിൽ പിടിച്ചായിരിക്കുന്നത് എപ്പോഴും പറയാറുണ്ട്. അല്പം മസിൽ പിടിച്ച് അല്പം സ്ഫുടതയോടെ അല്പം എന്താ പറയണ്ടേ അക്ഷരശുദ്ധിക്ക് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ടെന്നൊക്കെ ഉള്ള അത് ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ചിലർ പറഞ്ഞിട്ടുണ്ട്. അതിനെ തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. അത് അല്ല, അത് നമ്മൾ ഒരു 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 പ്രത്യേക പ്രക്രിയയിലൂടെ രൂപപ്പെടുന്നതാണ്. നമ്മളോട് ആരോ ഒരാൾ പറഞ്ഞിട്ടില്ലേ ശ്രീനിവാസിൻ്റെ കക്ഷത്തിനുള്ള ഒരു മുട്ട വെച്ച് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ബേബി അല്പം മസിൽ പിടിച്ച് നടക്കുന്നെന്ന്. അത് പിന്നെ നമ്മൾ ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുന്നവരാണ്. നമ്മളെ ബോധപൂർവം സൃഷ്ടിക്കുന്നതല്ല. എന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ബോധപൂർവമായ ചില ഇടപെടലും നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാകും. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് സാഹചര്യത്തിൻ്റെ. അതാണ് ചില പരിസരത്തിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമായിരിക്കും, നമ്മുടെ സ്വത്വം മാറും. മറ്റു ചില സാഹചര്യത്തിൽ വരുമ്പോൾ ആ സാഹചര്യം ആവശ്യപ്പെടുന്ന ഒരു പാർട്ടി കമ്മിറ്റിയിലിരിക്കുമ്പോൾ ആ കമ്മിറ്റിയുടെ ഡെക്കോറമുണ്ട്, ആ കമ്മിറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച്. ആ കമ്മിറ്റി തന്നെ അവസാനിച്ചിട്ട് ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വേറൊരു ഭാഷയിലായിരിക്കും സംസാരിക്കുക. ഈ വ്യത്യാസങ്ങളുണ്ടാകും. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അനർഹമായ വിധത്തിൽ എൻ്റെ പെരുമാറ്റങ്ങളും സംഭാഷണ ശൈലികളും എല്ലാം വളരെ സൂക്ഷ്മമായ വിശകലനത്തിന് വിധേയമാക്കിയിട്ട് ഉള്ളതും ഇല്ലാത്തതുമായ നിഗമനങ്ങളിൽ പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഒരു ചെറിയ ഉദാഹരണം പറയാം. രാത്രിയിലത്തെ സ്വീകരണമെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു കവലയിൽ നിൽക്കുകയാണ്. താന്നിക്കമുക്ക് എന്ന് പറയുന്ന കവലയാണ്. എനിക്കറിയാം അതുവഴിയാണ് ഞാൻ പിന്നെ കാഞ്ഞാവള്ളിയിൽ നിന്ന് എസ് എൻ കോളേജിലേക്ക് പഠിക്കാൻ ബസ്സിൽ പോയിട്ടുള്ളത്. മങ്ങാട് വഴിയുള്ള ബസ്സിൽ പോകുന്നു. അവിടുത്തെ എല്ലാവരെയും അറിയാം. അപ്പോൾ യോഗം കഴിഞ്ഞ് പലരും പിരിയുന്നു. അപ്പം അവിടുത്തെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, കാര്യം പിന്നെ ദോശയും ഇതൊക്കെ കഴിക്കുന്നു. അപ്പോൾ കുറേ സഹാക്കൾ ദൂരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നെ. അപ്പോൾ ഒരുപക്ഷെ അവരിങ്ങനെ കണ്ടിട്ടുള്ള, എപ്പോഴും ഞാനവിടെ ഇപ്പം സഞ്ചരിക്കാറില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു സഖാവ് എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ഭാഗത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് സഖാവ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ സഖാവ് ഒന്ന് മാറണം എൻ്റെ അടുത്ത്. എങ്ങനെ മാറണം? തട്ടുകട മാറ്റണം. അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇതിവൃത്തത്തിലേക്കാണ് ഈ സഖാവ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി സഖാവ് എന്താ? അല്ല, അത് സഖാവ് താഴേക്കൊക്കെ ഒന്ന് ഇറങ്ങി വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് താഴെ തന്നെയാണല്ലോ നിൽക്കുന്നത്. തട്ടുകട നിൽക്കിയല്ലേ, സഖാവായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് ആ സഖാവിനൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ സഖാവ് ബോധപൂർവം മനസ്സിൽ സൂക്ഷിച്ച ഒരു ആശയമല്ല. പലരും പറഞ്ഞ് അത് പുള്ളി വിശ്വസിച്ചു, പറയാൻ കിട്ടിയ അവസരത്തിൽ പറയുന്നു. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി അന്നേരത്തെ എൻ്റെ ഒരു രീതി കൊണ്ട് തന്നെ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നതിന് വിപരീതമായിട്ടാണ് ഞാൻ അപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അല്ല സഖാവിനെ കാണുമ്പോൾ പലർക്കും ഭയമാണ്. എനിക്ക് വലിയൊരു പാഠമായിരുന്നു. ഞാൻ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. ആ സഖാവിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. പാഠം എന്ന് പറയുന്നത് കേട്ടോ, പാഠം വേറെ ഒരുപാട് കൊണോട്ടേഷൻസ് ഉള്ളതാണ്. ഇല്ല, അത് അങ്ങോട്ട് പിന്നെ വരാം. പാഠം ഒരു പാഠവും പഠിക്കാതെ ഹൈജാക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ സഖാവിനോട് പറഞ്ഞു, എങ്ങനെ താഴേക്ക് വരണമെന്നാണ് സഖാവ് പറഞ്ഞത്. എന്താണ്? അല്ല, ആളുകൾ സഖാവിനെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുകയാണ്. സഖാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അതിനിപ്പം ഭയപ്പെടേണ്ട തരത്തിലുള്ള യാതൊരു ശരീരഭാഷയും എനിക്കില്ല. ഞാൻ ഇപ്പോൾ സഖാവ് വന്നിട്ട് സംസാരിക്കുന്നു, സഖാവിനെ ഞാൻ അകറ്റി നിർത്തിയില്ലല്ലോ. ശരിയാണ്, പക്ഷേ ഇങ്ങനൊരു അഭിപ്രായവും പ്രതീതിയും ഉണ്ട് നാട്ടിൽ. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് രണ്ട് വശങ്ങൾ ഞാൻ കാണുന്നു. ഒന്ന്, എൻ്റെ തന്നെ ചലനങ്ങളും ശരീരഭാഷയും തെറ്റായൊരു സന്ദേശം ആൾക്ക് കൊടുക്കുന്നുണ്ടാവാം. അത് ഞാൻ തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതാണ്. ഞാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കില്ല. മറ്റൊന്ന്, ചിലർ അത് ബോധപൂർവ്വം ഉണ്ടാക്കുന്നു. എന്നെക്കുറിച്ചൊരു മതിപ്പ് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഇയാൾ വലിയൊരാളാണ്, അങ്ങനെ ആർക്കും സാധാരണക്കാർക്കൊന്നും പ്രാപ്യനല്ല, അങ്ങനെ അടുത്ത് ചെല്ലാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പറയുന്നത്. എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇത് മാറ്റാൻ ശ്രമിക്കണ്ട. ഏതോ സിനിമയിൽ ശ്രീനിവാസൻ തമാശ പറഞ്ഞ് സ്വന്തം ചിരിക്കുന്ന പോലെ ഇനിയിപ്പം അതുപോലെ ഒരു വഷളായി പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊരു പലർക്കും ഉണ്ടാകുന്നൊരു മനസ്സിൽ വരുന്നൊരു ചോദ്യമായതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചു പോയതാണ്. ഇപ്പം പാടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്തൊക്കെയാലും അങ്ങോട്ട് പോകാം, അതിനൊരു ആമുഖം വേണ്ടതില്ല. ഈ കഴിഞ്ഞ ഒരു ഏതാനും വർഷത്തെ കേരള രാഷ്ട്രീയം എനിക്കറിയില്ല ബേബിയോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ സ്വകാര്യ സംഭാഷണങ്ങളിൽ ചിലപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അതായത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഓൺസ്ലോട്ടിന് വിധേയമായിട്ടുള്ള അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാളായി ബേബി മാറി. പലപ്പോഴും ഞാൻ തന്നെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഇത്രത്തോളം ഒരു എതിർപ്പിനും ഒരു പ്രതിരോധം എന്ന് പറയാൻ പറ്റില്ല, ആക്രമണത്തിന് ഇരയാകേണ്ടത് എന്തെങ്കിലും ബേബിയിലുണ്ടോ എന്നുള്ളത്. പക്ഷേ
എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ക്യാമ്പയിനിൻ്റെ അവശിഷ്ട നിലയിൽ പല കാര്യങ്ങൾ പലരുടെ മനസ്സിൽ പതിഞ്ഞു പോകും. അപ്പോൾ ഇത്രത്തോളം ഒരു ഭീകരമായൊരു ഓൺസ്ലോട്ടിന് ബേബി വിധേയമായപ്പോൾ, ഇരയായപ്പോൾ, വിധേയെന്ന് പറയാപ്പോൾ താങ്കൾ വിധേയമായില്ല, അതിന് നിന്നു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇരയാകുന്നൊരു ഘട്ടത്തിൽ ബേബിയുടെ മനസ്സിലേക്ക് വന്നത് എന്താണ്? ഇതിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? ആരോപിക്കപ്പെടുന്ന പോലുള്ള ഒരു മാർക്സിസ്റ്റ് വിരുദ്ധനാണോ ഞാൻ? ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിലെ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധനാണ്, സാമ്രാജ്യത്വ ഏജൻ്റാണ്. ഈ നിലയിലെല്ലാം ഇപ്പം ഐസക്കിനെ ചാരനെന്ന് തന്നെ വിളിച്ചു. അങ്ങനെ അത്രത്തോളം എത്തിയിട്ടില്ല. അത് അങ്ങനെ ഒരു ആ നിലയിലെല്ലാമുള്ള ആക്രമണങ്ങളാണ്. ഇതിൽ ഈ ആക്രമണങ്ങളെക്കുറിച്ച് പൊതുവിൽ പറയുമ്പോൾ സാധാരണ പറയാറുള്ളത് നല്ല കായ്ഫലമുള്ള ഒരു വൃക്ഷത്തിന് നേരെ മാത്രമേ ആക്രമണം ഉണ്ടാവൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഇതിന് അനർഹനാണ്. കാര്യം ഒരു കായ്ഫലമുള്ള വൃക്ഷമല്ല ഞാൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇപ്പം ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് തന്നെ വലിയ നേതാക്കന്മാർ ഒരുപാട് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടവരാണ്. ഇപ്പം EMSഉം പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഭർഷിക്കപ്പെട്ടിട്ടുണ്ട് എതിരാളികളാൽ. ഇടതുപക്ഷ തീവ്രവാദ സൈദ്ധാന്തിക പരിസരത്ത് നിൽക്കുന്നവരും ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പം EMSനെ റിവിഷനിസ്റ്റ്, തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഘാതകൻ എന്നൊക്കെയാണ് നക്സലൈറ്റുകൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും CPIMലും മാർക്സത്തെ സർഗാത്മകമായി വികസിപ്പിച്ച് കാലോചിതമായി ഓരോ കാലത്തിലെയും പ്രയോഗമാണ് മാർക്സിസം. അത് നിശ്ചലമായി നിൽക്കുന്ന ഒന്നല്ല. മാർക്സത്തിൻ്റെ ഏറ്റവും ആധാര പ്രമാണങ്ങളിലൊന്ന് ഈ പ്രപഞ്ചം സദാ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. അപ്പോൾ ഇത് പറയുകയും എന്നാൽ ഫലത്തിൽ ഓരോ സാമൂഹിക ചരിത്ര സന്ദർഭങ്ങളിലും സർഗാത്മകമായി മാർക്സത്തെ പ്രയോഗിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ചില കപട മാർക്സിസ്റ്റുകളുണ്ട്. അത് ലെനിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ലെഫ്റ്റ് വിങ് കമ്മ്യൂണിസം ആൻഡ് ഇൻഫാന്റൈൽ ഡിസോർഡർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് അറ്റാക്കിന് വേറെ എത്രയോ പേരെ കാണാം. ബേബിയെയും അല്ലെങ്കിൽ വേറെ ഏതാനും പേരെയും മാത്രം തിരഞ്ഞെടുത്തതിന് കാരണം എന്താണ്? അത് ഞാൻ പറഞ്ഞല്ലോ, അനർഹമായൊരു ബഹുമതിയാണ്. ആ ബഹുമതിക്ക് ഒരു എളിമ കാണിക്കാൻ ശ്രമം നടത്തും. ആ ബഹുമതിക്ക് അർഹമായ അല്ല. ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം, അവർക്ക് വേണേൽ തോന്നാം, അതായത് വളരെ ചെറിയ പ്രായത്തിൽ സംഘടനയുടെ തലപ്പത്തിലേക്ക് ഉയർന്ന ഒരാളെ CPM കേന്ദ്ര കമ്മിറ്റി മെമ്പറായി വന്നു, കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നൊരു വ്യക്തി, ഒരുപാട് ആൾക്കാരുമായി ബന്ധമുള്ള, എന്നാൽ ശരി ഇവനെ അങ്ങ് ശരിപ്പെടുത്തിയേക്കാം, അതായിരിക്കുമോ? അത്ര വിപ്ലവമായി അവർ ചിന്തിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. CPIMൻ്റെ പരിപാടി കാലോചിതമാക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് വെച്ച സമ്മേളനത്തിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായ ഒരുപാട് അന്വേഷണങ്ങൾ, ചർച്ചകൾ, ആശയവിനിമയങ്ങൾ, പദപ്രയോഗങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സംവാദങ്ങൾ, ഇതിലെല്ലാം ഞാൻ സംബന്ധിക്കാറുണ്ട്. അത് എൻ്റെ ദൈനംദിന വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ് സൈദ്ധാന്തികമായ അന്വേഷണങ്ങൾ. അപ്പോൾ അതിനെ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷേ ബേബി, അതായത് ഇപ്പോൾ ഈ പൊളിറ്റിക്കലായിട്ട് എനിക്ക് തോന്നുന്നു, ഇപ്പം EMSനെ കുറിച്ച് പറഞ്ഞു, രാഷ്ട്രീയത്തിലുള്ള ഒട്ടുമിക്കവാറും ആൾക്കാർക്ക് ഇതുപോലുള്ള ഈ പറഞ്ഞ പോലെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മൂല്യം അളക്കപ്പെടുന്നത് ചിലപ്പം അവരുയർത്തുന്ന എതിർപ്പിലായിരിക്കാൻ വേണ്ടി. അവർ സൃഷ്ടിക്കുന്ന ഒരു സമ്മതിയേക്കാൾ കൂടുതൽ അവരുടെ മൂല്യം അളക്കാൻ കഴിയുന്ന അവർ സൃഷ്ടിക്കുന്ന ഒരു എതിർപ്പിലായിരിക്കാം. പക്ഷേ ഇവിടെ ഈ ഒരു ഡിബേറ്റ്, അതിനൊരു ഡിബേറ്റിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനീ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തിന് ഒരു ഡിബേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആശയവിനിമയത്തിൻ്റെയോ ഒരു പരിരക്ഷ പോലും കൊടുക്കാൻ കഴിയില്ല. അതായത് നിലവാരം തകർന്ന് ബേബിക്കെതിരെ വ്യക്തിപരമായ ആരോപണം പോലും, ബേബിക്കെതിരെ മാത്രമല്ല കുടുംബത്തിനെതിരെ പോലും ആരോപണം ഉന്നയിച്ചു. ഒരു മഞ്ഞ ജേർണലിസ്റ്റിൻ്റെ, ഒരു എല്ലാ ജേർണലിസ്റ്റിൻ്റെ തട്ടിലേക്ക് ഈ പറഞ്ഞ സോക്കോൾഡ് ഓൺസ്ലോട്ട് താഴ്ന്നു. അത് ഒരു പക്ഷേ ഇത്രയും വർഷം പൊതുജീവിതത്തിലൊക്കെ പ്രവർത്തിച്ചിട്ട് ഇത്രയും കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതിൽ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവുമോ ബേബിക്ക്? അതേ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുത്തു? ഞാൻ അതിനെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആണോ? കാരണം ഈ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിൽ വിഷമം തോന്നുക, അതിലെന്തെങ്കിലും സത്യമുണ്ടായിരിക്കുകയും ആ ചൂണ്ടിക്കാണിക്കപ്പെട്ട കുറ്റങ്ങൾ നമുക്ക് തിരുത്താൻ കഴിയാതിരിക്കുകയും ചെയ്താൽ, ആ കുറ്റം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും അത് ആൾ കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകും. പക്ഷേ എപ്പോഴാണെങ്കിലും മനുഷ്യരാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്നാൽ ഇത് മതിയാക്കി അങ്ങ് പോയേക്കാം എന്ന് തോന്നാറില്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഓ ശരി, അപ്പോൾ മനുഷ്യനല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. മനുഷ്യനാണോ ഇയാളെന്ന് സംശയം തോന്നുന്ന ചില
സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം ഇടയ്ക്ക് ബെറ്റി ഉപദേശിച്ചോ പരിപാടിയൊക്കെ നിർത്തിയേക്കാന്നൊക്കെ പറഞ്ഞിട്ട്? ഒരിക്കലും ഇല്ല, ഇല്ലല്ലേ? ഒരിക്കലും ഇല്ല. ബെറ്റിക്കാണ് കുറച്ചുകൂടെ ചങ്കൂറ്റമുള്ളത്. ബെറ്റിക്ക് നല്ല ചങ്കുപറ്റുണ്ട്. നല്ല ചങ്കൂറ്റമുള്ളത്. ഈ അല്ലെങ്കിൽ പറഞ്ഞ എൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടില്ലല്ലോ. ആ പുറപ്പാടിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇങ്ങനെ കറക്കി വീഴ്ചയെന്നൊക്കെ ആൾക്കാർ അറിയാൻ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബേബി വേറൊരു കാര്യം, അതായത് ഞാൻ ബേബീനെ കാണുമ്പോഴൊക്കെയുള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇൻ്റർവ്യൂവിന് മുമ്പിൽ പറഞ്ഞ പോലെ, ഇപ്പം എനിക്കൊന്ന് ഒരുപാട് പ്രേക്ഷകർ ഇപ്പം ഇത് കാണുമ്പോൾ അവരുടെ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരുന്ന കാര്യമുണ്ട്. പല കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനകത്തൊരു എന്താ പറയണ്ടത്, ഒരു ആർട്ടിഫിഷ്യാലിറ്റി കൊണ്ടൊന്നും. പക്ഷേ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ബേബി പറഞ്ഞ പോലെ ചിലപ്പം കുറച്ച് അറിയുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി കഴിയുക. ബേബിയുടെ ഒരു സ്വഭാവ വിശേഷം ഈ വിമർശനം വരുമ്പോൾ അതിനെ പരിഹാസത്തോടെ കാണുന്നുള്ളൂ. ആൾക്കാരുടെ കാല് വലിക്കുന്ന സ്വഭാവം ഉണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ ഇപ്പം ഒരു പത്രത്തിലൊരു വാർത്ത വന്നു. അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ഇവന്മാരെന്താ പടം കൂടി കൊടുക്കായിരുന്നു എന്ന് ചോദിക്കും ചിലപ്പം. അതായത് മോശപ്പെട്ട വാർത്തയായിരിക്കും, എന്നാലും വേണ്ടില്ലേ ഒരു പടവും കൂടെ കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെ ഗംഭീരമായെന്ന് ചോദിക്കാതെ. ഈ പരിഹാസം ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പടച്ചട്ടയായിട്ട് എടുക്കാറുണ്ട്. നർമ്മബോധം. അതേസമയം ബേബിയുടെ കൂടെയുള്ള ആൾക്കാർ അയ്യോ എന്നും പറഞ്ഞ് തലേ കൈവെക്കാറുണ്ട്. അത് ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നർമ്മബോധം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, മനുഷ്യൻ്റെ ഒരു കരുത്താണ്. വളരെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അഭിമുഖീകരിക്കാൻ പലപ്പോഴും നർമ്മബോധവും ദാർശനിക ബോധവും അതോടൊപ്പം യാഥാർത്ഥ്യബോധം. ഇപ്പം നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായെന്ന് നമുക്ക് തോന്നുമ്പോൾ എനിക്കെപ്പോഴും ചിന്തിക്കാൻ കഴിയും ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എനിക്ക് ഇത് കേൾക്കുമ്പോൾ ഇത് അങ്ങോട്ടേക്ക് ചിന്തിക്കാൻ കഴിയുമെന്നൊക്കെ വേണമെങ്കിൽ തോന്നാം. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ അവൻ്റെ ഒരു ജാടാന്ന് പറയും എന്ന് പറയാം. ഇപ്പം ഞാൻ വേറൊരു ഇതുമായി ബന്ധമില്ലാത്ത ഒരു സന്ദർഭം പറയാം. അതൊക്കെ സാധാരണ ഞാൻ അസാധാരണമാണെന്ന് പറയില്ല. ഇപ്പം ബെറ്റിയും അപ്പുവും കൂടി പെരുമൺ അപകടത്തിൽ മുങ്ങിയ ബോഗിയിലുണ്ടായിരുന്നതാണ്. ഞാൻ പാർട്ടി ഓഫീസിൽ പോളയത്തോട് ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. ഇതറിഞ്ഞിട്ട് അപ്പോൾ തന്നെ അവിടെ ഓടിയെത്തി സെൻകുമാർ, അന്ന് കൊല്ലത്ത് SP ആയിരിക്കുകയാണ് സെൻകുമാർ, ഇപ്പോൾ DGP IG ആണ്. അദ്ദേഹവും അവിടെ ആദ്യം പോകുന്ന ഈ ഒരു ഇലക്ട്രിക് റെയിൽവേ എഞ്ചിനിലാണ് ആ സ്പോട്ടിലേക്ക് പോകുന്നത്. പിന്നീട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, 2 പോലീസുകാരെ എൻ്റെ അടുത്ത് നിർത്തിയിരുന്നു. കാര്യം അവിടെ എല്ലാവരും ഒരുപാട് പേര്, 100ഓളം പേര് മരിച്ച, 100-ലധികം പേര് മരിച്ച സംഭവമാണ്. അവിടെ ചെന്ന് ഞാൻ ചെല്ലുമ്പോൾ മൃതശരീരങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഓരോരുത്തർ നോക്കുകയാണ്, ബെറ്റിയോ അപ്പുവിനെ കാണേണ്ടി വരുമോ എന്നുള്ള പേടിയോടുകൂടി ആണ് നോക്കുന്നത്. അപ്പോൾ ഓരോ മൃതശരീരങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ മൃതശരീരം കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴാണ് സഹാക്കൾ ഓടി വന്നിട്ട് പറയുന്നത്, ദൈവം രക്ഷിച്ചു, ബെറ്റിക്കും മോനും ഒന്നും പറ്റിയിട്ടില്ല എന്ന്. അപ്പം ഞാൻ ചോദിച്ചത്, ആൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവർക്കൊന്നും ദൈവമില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് എന്നുള്ള യുക്തിവാദി, എന്നുള്ള ശാസ്ത്രീയ ബോധം എന്നെ കൊണ്ടതാണ് ചോദിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ടത് ചോദിക്കാനും ചിരിച്ചു കളയേണ്ടതിനെ ചിരിച്ചു കളയാനും ഉള്ള ഒരു കഴിവ് ഒരു മനുഷ്യനുണ്ടാകേണ്ട ഒരു പ്രാഥമികമായ കഴിവായിട്ടാണ് ഞാൻ കാണുന്നത്. അത് തന്നെ അപകടത്തിലും ചില സമയത്ത് പെടുത്തിയിട്ടുണ്ട്. അനവസരത്തിലെ ചില നർമ്മബോധങ്ങൾ ചില അന്തരീക്ഷം നശിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല. അല്ല, എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. എന്താ കാരണം വെച്ചാൽ അത് പറഞ്ഞാൽ അതിയായി പോയിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ ബേബി അങ്ങ് നർമ്മടിക്കും. അത് എനിക്കൊന്ന് ശ്രീനിവാസനെ പറ്റി പറഞ്ഞ പോലെ ഈ ഇതിനകത്തൊരു നിസ്സംഗതയുടെ അംശമുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു പുച്ഛത്തിൻ്റെ അംശമുണ്ട്. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഇതൊന്നും എന്നെ ഏശാൻ പോകുന്നില്ല എന്നുള്ള രീതി. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരെന്ന നിലയിൽ അത്തരത്തിലൊരു സമീപനം പലപ്പോഴും സഹായകരമായിരിക്കും. പെട്ടെന്നൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അങ്ങ് മനസ്സരിഞ്ഞ് അതിൽ തരളതിനായിട്ട് അങ്ങോട്ട് വീഴുന്ന ഒരാൾക്ക് ഒരു പക്ഷേ സമൂഹത്തിനൊരു പ്രശ്നത്തെയോ പ്രതിസന്ധിയോ ചിലപ്പോൾ നേരിടാൻ കഴിയില്ല. അപ്പം അത് ബേബി എന്നുള്ളൊരു പൊതുപ്രവർത്തകൻ്റെ ഒരു കരുത്തിൻ്റെ ഭാഗമായിരിക്കാം. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ബേബിയെക്കാരും കുറച്ചുകൂടെ വിദ്യാഭ്യാസമുള്ള ആളാണ് ഞാൻ, സത്യസന്ധമായി പറഞ്ഞാൽ. സമ്മതിക്കുന്നില്ല, വിദ്യാഭ്യാസം ഉണ്ടായെന്നുള്ളതുകൊണ്ട് അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. ബേബി BA ഒക്കെ എടുത്തിട്ട് ഞാൻ PhD ഒക്കെ പഠിച്ച ആളാണെന്നുള്ള ബേബി എടുത്തിട്ടില്ല. ഓക്കെ, BA എന്തോ കംപ്ലീറ്റഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് എവിടെയോ. ഓക്കെ, ശരി. പക്ഷേ ഈ പറഞ്ഞ പോലെ ബേബിക്ക് സമാനമായ ഈ പറഞ്ഞ പോലെ അനുഭവമാണ് നമ്മുടെ ഈ പറഞ്ഞ ഗുരുനാഥൻ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ അസറ്റ്. എന്താ ശരി, അധ്യാപകൻ. ഗുരുനാഥൻ എന്നുള്ളത് അധ്യാപകൻ തന്നെയല്ലേ, കുറച്ചുകൂടെ ലളിതമായിട്ട്. സാധാരണ അതിൽ കടുപ്പിച്ച വാക്ക് പറയുന്നത് ബേബിയാണ്. ഇക്കുറി ഞാൻ എന്തായാലും അത് പറഞ്ഞു പോയി. അപ്പം പക്ഷേ സാധാരണ ഇത്ര സമാനമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ യോഗ്യതയുള്ളൊരു നിന്ന് വ്യത്യസ്തമായിട്ട് നന്നായി ഭാഷ കൈകാര്യം ചെയ്യാനും കാര്യങ്ങൾ പഠിക്കാനും അതിനൊരു അനലിറ്റിക്കലായിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ്. ഇത് ഞാൻ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്നതാണ്.
ഇപ്പോൾ ഞങ്ങൾ പത്രക്കാരൊക്കെ ഇപ്പോൾ ഒരു കാര്യം കിട്ടിയാൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഞങ്ങൾ ആദ്യം പഠിക്കാറുണ്ട്. ഏതാണ് ഇൻട്രോ ആയിട്ട് വരേണ്ടത്, ഏതാണ് അതിൻ്റെ ബോഡി പാർട്ടായിട്ട് വരേണ്ടത്, ഏതാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, ഏതാണ് ആംഗിള്, അതുപോലുള്ള ഒരു അനലിറ്റിക്കൽ സ്കില്ല് ബേബിക്കുണ്ട്. അത് ഭാഷയിലുള്ള ഒരു പിടിപാടും. പണ്ട് ഭാഷയൊക്കെ വളരെ ബോറായിട്ട് ഉപയോഗിച്ചിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അതൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു എലമെൻ്റ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ്റെ എലമെൻ്റ് ആണോ അതിനകത്തുള്ളത്? ബേബി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുപോലെയൊക്കെ ഇംഗ്ലീഷ് പറയാൻ പറ്റുമെന്നൊക്കെ പണ്ട് പ്രതീക്ഷിച്ചിരുന്നു? സത്യം പറ. ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാര്യം എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഒരു ചെറിയ അംശം ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ അത് പറയാൻ നല്ലതാണ്, പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരിക്കൽ സംസ്ഥാന ഭാരവാഹിയായിരിക്കുമ്പോൾ തമിഴ്നാട് സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചു. PG ഞാനും കൂടെ പോകുന്നത്. അതിപ്പോൾ ആലോചിക്കുമ്പം ഞാൻ പറഞ്ഞാൽ ഞെട്ടണം. കാര്യം ഇത്ര ഞെട്ടേണ്ടത് നമ്മളല്ല, അവരാ കേട്ടവരാ. അല്ല, അവർക്ക് ഞെട്ടാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം അവർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നെ ഞെട്ടാനും കഴിയില്ലല്ലോ. എനിക്ക് VK രാമചന്ദ്രൻ വളരെ പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഇപ്പോൾ അവിടെ പ്ലാനിംഗ് ബോർഡിലുണ്ട്, പിന്നെ ബംഗാളിൽ. രാമചന്ദ്രൻ്റെ സഹോദരി പാർവതി, പിന്നെ ഞാൻ ഓർക്കുകയാണ്, അവരൊക്കെ അവിടുത്തെ സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ്, പിന്നെ നല്ല കോളേജിൽ പഠിച്ച് നല്ല ഭാഷയൊക്കെ സംസാരിക്കാൻ അറിയാവുന്നവരാണ്. അപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സ്ഥിതി എന്താണെന്ന് അവർ അമ്പരന്നുണ്ടാകും. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം നമ്മളിവിടെ മലയാളത്തിലാണ് സംസാരിക്കേണ്ടത്. അപ്പം ആ അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോൾ എൻ്റെ അവസ്ഥയിൽ പ്രസംഗിച്ച് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? പ്രസംഗിക്കുന്നത് ലോകത്ത് സാമ്രാജ്യത്തിൻ്റെ ഭാഷയെ ഒരുപാട് റേപ്പ് ചെയ്തിട്ടുണ്ടാവും, ഒരു സംശയം. ലോകത്ത് സാമ്രാജ്യത്വതയാണ്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ഇപ്പം ഇന്നത്തെ സ്ഥിതി എന്താണെന്നുള്ളതിനെക്കുറിച്ച് വളരെ ഉദാരതയോടുകൂടി ബിട്ടാസ് പലതും പറഞ്ഞു. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എൻ്റെ അത്ര ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് അത് പറഞ്ഞു. അല്ല, അത് പോട്ടെ, അത് ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളു. പക്ഷേ ഈ അവസ്ഥയിലേക്കുള്ളൊരു മാറ്റം എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു കഠിന പ്രവർത്തനം എൻ്റെ പിന്നിലോട്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പത്രം വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം. പണ്ട് ഞാൻ പിന്തുടർന്നിരുന്നതും ഇപ്പോഴും മിക്ക സന്ദർഭങ്ങളിൽ ഞാൻ പിന്തുടരുന്ന ഒരു കാര്യം, അറിയാൻ പാടില്ലാത്തൊരു വാക്ക് കണ്ടാൽ അതിൻ്റെ അർത്ഥം അപ്പം നോക്കി കുറിച്ച് വെക്കുന്നു. അത് തന്നെ ഞാൻ ചെയ്തിരുന്നപ്പോൾ ആദ്യം ഒരു അബദ്ധം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രേക്ഷകരെ കുട്ടികളാരെങ്കിലും പിന്നെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഈ നമ്മൾ ഡിക്ഷണറി നോക്കുമ്പോൾ എപ്പോഴുള്ള വലിയൊരു കുഴപ്പം, ഒരു വാക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത വാക്കുകൾ നോക്കി നമ്മൾ ഡിക്ഷണറി നോക്കിയിരിക്കും. എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ വാക്കുകൾ നോക്കാൻ പോയാൽ ആ നോക്കുന്ന വാക്ക് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു വാക്ക് നോക്കാൻ പോകുമ്പോൾ ആ വാക്ക് മാത്രം നോക്ക്, അന്നേരം വായിച്ചതിൽ അറിയാൻ പാടില്ലാത്ത വാക്ക് മാത്രം. വിദ്യാഭ്യാസ മന്ത്രിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാധനം, നല്ല കാര്യമാണ്. അപ്പം പിന്നീട് ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ട് ഞാൻ തിരുത്തി. ആ വാക്ക് മാത്രമേ നോക്കുകയുള്ളൂ, അതിൻ്റെ പ്രയോഗം നോക്കും, വാക്യത്തിൽ എങ്ങനെ പ്രയോഗിക്കണമെന്ന് നോക്കും. പിന്നെ ഈ സത്യം പറഞ്ഞാൽ ജോലി തിരക്കിന് ശേഷം ഇപ്പം അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ ആ വാക്ക് മനസ്സിലായില്ല, അതവിടെ കിടന്നോട്ടെ, ആശയം മനസ്സിലാവുമല്ലോ, ഒരു പ്രത്യേക വാക്ക് മനസ്സിലായില്ലെങ്കിലും. അപ്പോൾ ഈ നിലയിൽ ഒരു പരിധിവരെ എൻ്റെ ഭാഷ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല, ഇപ്പോഴും ഇംഗ്ലീഷ് ഭാഷയുടെ മേൽ ബലപ്രയോഗമാണ്. ഒരു കാര്യം, ബേബിയുടെ ചില സഹപ്രവർത്തകർ ഇവരൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്നത് MA ഇംഗ്ലീഷുകാരെയാണ്. അതുകൊണ്ടാണ് ഇമ്പ്രൂവ് ചെയ്തതിന് ഇപ്പോൾ ആൾക്കാർ MA ഇംഗ്ലീഷുകാരെ കല്യാണം കഴിച്ചതിന് പിന്നിൽ ഇംഗ്ലീഷ് അല്പം ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇല്ലാതില്ലെന്ന് പറഞ്ഞുകൂടാ. ഈ ഒരു കഠിനാധ്വാനവും ഈ പറഞ്ഞ ഈ ഹോംവർക്ക് ഒരു പക്ഷേ ഇപ്പം ബേബി ഇപ്പം സീരിയസ് ആയ ഒരു ടെംപ്ലേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നതിൽ ഒരുപക്ഷെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ശീലിക്കാവുന്ന ഒരു കാര്യമാണത്. അതായത് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വലിയ പ്രതിബന്ധമായി നിൽക്കുന്ന ഈ ഭാഷയാണ്. ഈ ഭാഷ എന്നുള്ള സംഭവത്തിന് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഈ ആൾക്കാർ ഈ പബ്ലിക് സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നുള്ള വല്ലാത്തൊരു പരക്കം പാച്ചിൽ. പക്ഷേ സാധാരണ സ്കൂളിൽ പഠിക്കുന്നവർക്ക് ഈ ഭാഷ കരഗസ്ഥമാക്കാൻ കഴിയും എന്നുള്ള മെസ്സേജ് പോയാൽ ചിലപ്പോൾ ഇപ്പോഴത്തുള്ള ഈ വളരെ ഈ പറഞ്ഞ അനാശാസ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ മാറ്റാൻ പറ്റും. ഒരു സംശയമില്ല. വേണമെങ്കിൽ ഇത് മാത്രം കേന്ദ്രീകരിച്ച് ഒരു പ്രതിപാദനമാക്കി ഒരു പ്രബന്ധം അവതരിപ്പിച്ചാൽ, ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. വേറൊരു പോയിൻ്റ്, ബേബിയുടെ രാജ്യസഭയുടെ സംഭവം. ഇപ്പം ഞാൻ ബേബി രാജ്യസഭ മെമ്പറായിരിക്കുന്ന സമയത്തൊക്കെ ഡൽഹിയിലുണ്ട്. ഗാലറിയിൽ നിന്ന് ഞാൻ രാജ്യസഭയാണ് കവർ ചെയ്യുന്നത്. അപ്പം ബേബി പറഞ്ഞ ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കൂടെ. എന്നാലും പട്ടാസിന് കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ഞാൻ പറഞ്ഞ പലത് മണ്ടത്തരമായിട്ട് തെറ്റിദ്ധരിച്ചു അങ്ങനെ സംഭവിച്ചേക്കാം. എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ കേരളത്തിൽ നിന്ന് ഡൽഹി എത്തുന്ന പലർക്കും ഉള്ളൊരു ഭാഷാപരമായ പരിമിതിയാണ്. പിന്നെ ഈ മറ്റുള്ളവരുമായിട്ട് ഇഴകലർന്ന് കൊണ്ട് രാഷ്ട്രീയം മനസ്സിലാക്കി എന്നാൽ ഒരു നിലപാടെടുത്ത് സംസാരിക്കുക, അങ്ങനെ ഒരു സഭാകമ്പമുള്ള ഒരുപാട് ആൾക്കാർ ഉള്ള ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റി. അതൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിവേകം തോന്നുന്നത്
അതിൽ ഞാൻ മാത്രമല്ല യു എൻജോയ്ഡ് യുവർ വർക്ക്, അങ്ങനെ വേണേൽ പറയാം. ആ ഒരു ജോലി ഭയങ്കരമായി എൻജോയ് ചെയ്തു. അത് ശരിയാണ്. അതിന് ഞാൻ പൂർണ്ണമായ ബഹുമതി കൊടുക്കുന്നത് പാർട്ടിക്കും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുമാണ്. SFIയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മധുരയിൽ വെച്ച് നടന്ന SFIയുടെ തമിഴ്നാട് സമ്മേളനത്തിൽ വളരെ ദയനീയമായ ഒരു പ്രസംഗം നടത്തിയ ഞാൻ പിന്നീട് ആ ജോലി തുറന്നു വീണിട്ടും പ്രസംഗം മതിയാക്കിയില്ല. അവിടെ ഭാഷയെ വീണ്ടും ജനിച്ചുകൊണ്ടിരുന്നു കുറേ കാലം കൂടി. ആ പരാജയമൊന്നും പിന്നെ പരിഗണിക്കാതെ പരാജയത്തെ വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കുക എന്ന് ഏറ്റവും കൂടുതൽ ഇത്തരം സന്ദർഭങ്ങളിൽ പറഞ്ഞു കേട്ടുള്ള ആ വാചകം അത് ഞാൻ പിന്നെ ജീവിതത്തിൽ പകർത്തി. യഥാർത്ഥത്തിൽ ഞാൻ മാതൃകയാക്കേണ്ടിയിരുന്നത് നയനാരെയാണ് എന്ന് പിന്നീട് EMS ഒരിക്കൽ പറഞ്ഞിരുന്നു. ഞങ്ങളൊരു അഖിലേന്ത്യാ പഠന ക്ലാസ് നടത്തിയപ്പോൾ. പിന്നെ അവിടെ തന്നെ പക്ഷെ മൂപ്പർ പിന്നെ ഗ്രാമർ നന്നാക്കാനൊന്നും ശ്രമിച്ചിരുന്നില്ല. അതിനകത്തൊന്നും അതിന് പുല്ല് വില ഇതാ സാമ്രാജ്യത്തെ ഭാഷയാണ്. അവൻ്റെ എനിക്ക് ഞാൻ പറയുന്നത് എന്താ, അവനെ പീഡിപ്പിക്കാന്നുള്ളതായിരുന്നു ലക്ഷ്യം. AKG ഭാഷ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസം വളരെ പരിമിതമായിട്ടുള്ള ഈ ബാലാനന്ദൻ സ്വാമി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് വളരെ നല്ല സ്വാമിയുടെ ബേബി ഓർക്കുന്നുണ്ട്. അതായത് രാജ്യസഭയിൽ എഴുതി തയ്യാറായി കൊണ്ടുവന്ന് ഒന്നും പ്രസംഗിക്കാൻ എസ്റ്റംബറാണ് നന്നായി പ്രസംഗിക്കും, വളരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളൊരു അഖിലേന്ത്യാ പഠന ക്ലാസ് നടത്തിയപ്പോൾ ഞാൻ സഭാകമ്പമില്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയ സഭാകമ്പം തോന്നിയ ഒരു സന്ദർഭമായിരുന്നു ഈ അഖിലേന്ത്യാ പഠന സ്കൂള്. കാരണം പിന്നെ BTR, ബസോബുന്നയ്യ, EMS, സുർജിത്ത് ഇവരെല്ലാം ഓരോ ദിവസം ക്ലാസ് എടുക്കുന്നത്. അവസാനത്തെ ദിവസം അന്നത്തെ ജനറൽ സെക്രട്ടറി നേപ്പാളും ഞാനും ഞങ്ങൾ ക്ലാസ് എടുക്കണം. അപ്പം ഞങ്ങൾ വിചാരിച്ചു അപ്പം ഇവർ ഓരോരുത്തരും ക്ലാസ് എടുക്കും, മറ്റെല്ലാവരോടും ഇരിപ്പുണ്ട്. EMSൻ്റെ ക്ലാസ് കേൾക്കാൻ ബാക്കി മൂന്ന് PB മെമ്പേഴ്സും ഉണ്ട്. BTRും സുർജിത്തും ബസോബുന്നയ്യും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം 4 ദിവസം കൊണ്ട് മതിയാക്കി പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളുടെ ദിവസം നോക്കുമ്പോൾ ഇവർ 4 പേരും അപ്പോഴും ഇരിപ്പുണ്ട് കഴിഞ്ഞു. ഞങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ധൈര്യപൂർവ്വം ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ ഈ സഭാകമ്പമില്ലാതെ സംസാരിക്കാനുള്ള ഒരു കരുത്ത് നേടുന്നത്. അന്ന് EMS പറഞ്ഞ വളരെ പ്രശസ്തമായൊരു കാര്യമുണ്ട്. നമ്മുടെ ഇപ്പോൾ CMB പോയ CP ജോണും അവരെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിലും ബംഗാളിൽ നിന്ന് വന്നവരെല്ലാം വ്യാകരണമൊക്കെ തെറ്റിച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ചോദ്യങ്ങൾ അവർ ശരിക്കും ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ളവരെല്ലാം ഇങ്ങനെ കൈയും കെട്ടിയിരിക്കും, മസിൽ പിടിച്ചിരിക്കും, ധൈര്യമില്ല. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് EMS ചോദിച്ചു, എന്താ നിങ്ങളൊന്നും ചോദിക്കുന്നില്ലല്ലോ ചോദ്യം എന്ന് പറഞ്ഞു. അപ്പോഴും അവർ ചിരിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു പ്രശ്നം ഭാഷയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ EMS നിങ്ങൾ നയനാരെ കണ്ടുപിടിക്കണം അന്ന് EMS പറഞ്ഞതാണ്. അപ്പം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ച് തെറ്റ് വരുത്തി പിന്നെ സ്വയം തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്തി അങ്ങനെ എൻ്റെ സംഘടനാപരമായ എന്തെങ്കിലും വലിയ കഴിവുണ്ടെങ്കിൽ അത് ഈ സംഘടനയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നത് പോലെ ഭാഷാപരമായി ധൈര്യപൂർവ്വം ഐക്യരാഷ്ട്രസഭയുടെ പിന്നെ ജനറൽ കൗൺസിലിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ്, ലോക നേതാക്കന്മാരൊക്കെ പ്രസംഗിച്ചിട്ടുള്ള വേദിയാണ്. അവിടെ പോകാൻ യാതൊരു അർഹതയില്ല. പക്ഷെ അവിടെ പോയി സംസാരിക്കാൻ സന്ദർഭം കിട്ടിയപ്പോൾ പതറിപ്പോകാതിരുന്നത് സംഘടനയിലൂടെ. അവിടെ നമ്മളാരും വന്ന് നോക്കിയിട്ടില്ല അല്ല, അന്ന് നമ്മുടെ വേണുവൊക്കെ അവിടെ ഉണ്ടായിരുന്നു, IFSലുള്ള വേണു. എന്തായാലും ഞാനത് അതിലേക്ക് വരാനിരുന്നതാണ് ബേബി സ്വാഭാവികമായിട്ടും വന്നതുകൊണ്ട്. അല്ല ഞാനത് വേറൊരു കാര്യം ബേബിക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ്, ഇതൊരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയാൻ കാരണം അത് വളരെ കറക്റ്റായതുകൊണ്ടാണ്. അതായത് EMS, BTR, MP ഇങ്ങനെ ഒരു അധികായന്മാരുടെ നിരക്കൊപ്പം അവരോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ കിട്ടിയൊരു അവസരം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. അവർ വളരെയധികം നമുക്ക് ഈ ദൂരെ നിന്ന് കാണുന്നത് വ്യത്യസ്തമായിട്ട് അവരൊക്കെ നന്നായി തമാശ പറയുന്നവരും നന്നായി നമ്മുടെ കാലം വലിക്കുന്നവരൊക്കെയാണെന്ന് എനിക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു അവസ്ഥയായിരിക്കാം ബേബിയെ രൂപപ്പെടുത്തുന്നതിന് സഹായിച്ചിട്ടുണ്ടാകുക അല്ലേ? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവരെന്നൊക്കെ പറഞ്ഞാൽ താരതമ്യമില്ലാത്ത നേതാക്കന്മാരാണ്. അതുള്ള നേതാക്കന്മാരൊന്നും ഇനി ഉണ്ടാവില്ലെന്ന് പറയാൻ കാരണം അവരൊരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്. സ്വാതന്ത്ര്യ സമരം, ആ പിന്നെ അഗ്നിപഥങ്ങളിലൂടെ കടന്നു വന്ന അവരുടെ ജീവിതാനുഭവങ്ങൾ, അതാണ് അവരെ സൃഷ്ടിച്ചത്. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങളിലൂടെ കടന്നു വന്നവരും ചരിത്രം സൃഷ്ടിച്ചവരുമാണ് അവർ. അവരുടെ എല്ലാം വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, അടിയന്തരാവസ്ഥയിൽ ഒരു രഹസ്യമായ കമ്മിറ്റി പങ്കെടുക്കാനാണ് സുന്ദരയാണ് ജനറൽ സെക്രട്ടറി. അന്ന് കത്തൊന്നുമില്ല, EMS ഒന്ന് പറയുകയാണ്, എന്നെ വിളിച്ചിട്ട് പറയുകയാണ്. അന്ന് എല്ലാ മൂവ്മെൻറ്റ് രഹസ്യമായിട്ടാണ്. ഡൽഹിയിലെത്തണം, എന്നിട്ട് എങ്ങനെ എത്തണമെന്നുള്ളതടക്കം മുണ്ടെടുത്തിട്ടേ പോകാവൂ, പാൻറ് ഇട്ടിട്ടേ പോകാം, ക്ഷമിക്കണം, മുണ്ട് തന്നെ എടുക്കുമെന്ന് ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ ഫോറസ്റ്റ് ഷോഗാർ റോഡിലാണ് താമസിക്കുന്നത്. അവിടെ നരിക്കുട്ടി മോഹനുണ്ട്, ബ്രിട്ടാസിൻ്റെയൊക്കെ മുൻഗാമിയായിട്ടുള്ള പത്രപ്രവർത്തകനാണ്. ബസോബിൻ്റെയും കുടുംബം അവിടെ താമസിക്കുന്നത്. AKGയും കുടുംബവും ഫോറസ്റ്റ് ഷോയിലാണ് താമസിക്കുന്നത്. AKG അന്ന് ചികിത്സയിൽ കഴിയുകയാണ്. പാർലമെൻറ്റിൽ പോകുന്നുണ്ട്, അടിമ പാർലമെൻറ്റിൽ പോകുന്നുണ്ട്.
ദേശരാജ് ശ്രദ്ധ അറിയാമല്ലോ, ഇപ്പം ഇല്ല. അപ്പം ഈ ഭാഷാപരമായ ശങ്കകളൊന്നും എനിക്ക് തീർന്നിട്ടുള്ള സമയമല്ലത്. എന്നാലും ധൈര്യമുണ്ട്. പിന്നെ നേതാക്കന്മാരോടുള്ള ഭയഭക്തി ബഹുമാനമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൈലി എടുത്ത് ബനിയനിട്ട് ബസോബിൻ്റെയെ വരികയാണ്, എം ബി എന്ന് നമ്മൾ വിളിക്കുന്ന ബസ്. ഓ കോമറേഡ് കമോൺ സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഭയന്ന് മാത്രം നിൽക്കിയിട്ടുള്ള ആളാണ്. കേരളത്തിലെ സിറ്റുവേഷനെ കുറിച്ച് അവിടെ ഈ പിന്നെ കണ്ണൂരിൽ സെമി ഫാസിസ്റ്റ് അത് പിന്നെ ഇപ്പോൾ CMB പോയ ആളാണെങ്കിൽ പോലും MV രാഘവന് നേരെയുള്ള ആക്രമണം, EP ജയരാജനെതിരായിട്ടുള്ള ആക്രമണം, ഇതൊക്കെ EP ജയരാജൻ DYFയുടെ KSYFൻ്റെ അവിടുത്തെ നേതാവാണ്. ഇതൊക്കെ നടക്കുന്ന കാലമാണ്. ഈ സിറ്റുവേഷൻ എന്താണ് കേരള പൊളിറ്റിക്സിൽ എടുക്കുന്ന സമീപനം? കേരള കോൺഗ്രസും ഒക്കെ ആയിട്ട് ഈ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ സഹകരിക്കണമെന്നൊരു തീസിസ് എന്ന് പാർട്ടിയിൽ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനാകെ സ്തബ്ധനായിരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പാർട്ടി വിരുദ്ധമാവുമോ? പാർട്ടി നയം ഞാൻ വിശദീകരിക്കാൻ പിന്നെ പരാജയപ്പെടുമോ? പക്ഷേ ബസോബിനെ ധൈര്യം തരികയാണ്. ഇതാണ് ഇവർ ഓരോരുത്തരും. അപ്പോൾ പുതിയൊരു തലമുറയെ ബോധപൂർവം, എൻ്റെയൊക്കെ തലമുറയ്ക്ക് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് എന്തെല്ലാം പരാധീനതകളും പോരായ്മകളും ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ശേഷം ആരെങ്കിലും ഉണ്ടാവണം എന്ന നിലയിൽ അവർക്ക് ധൈര്യം കൊടുത്ത് അവർക്ക് പ്രത്യയശാസ്ത്രപരമായ ആയുധം അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾക്കിത് പ്രയോഗിക്കാനുള്ള കരുത്തുണ്ട് എന്നവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൈപിടിച്ചുയർത്തി കൊണ്ടുവരുന്ന വലിയൊരു നിര, പ്രമോദ് ദാസ് ഗുപ്ത ഉൾപ്പെടെയുള്ളവർ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അന്ന് പ്രസ്ഥാനത്തിലേക്ക് വന്ന പിന്നെ വിദ്യാർത്ഥികൾ വന്ന ശേഷമാണ് ഞാൻ ഡൽഹി വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം ബേബിക്ക് ഓർമ്മയുണ്ടാവും, ബേബിയുടെ പേരിലുള്ളൊരു സ്കൂട്ടറാണ് DDN 6815. അതൊക്കെ എടുത്ത് നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ അതെടുത്തൊക്കെ നമ്മുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ഓടിക്കും. പിന്നെ നമ്മുടെ അന്ന് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അത് നമ്മുടെ പോക്കറ്റിൽ നിന്നൊക്കെ ഒരു വിൽസ് എടുത്ത്, അന്ന് വിൽസൊക്കെ ഒരു ലക്ഷം ആൾക്ക് വലിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ അതൊക്കെ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ കോൺഫിഡൻസാണ് നമുക്ക് പലതും പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതല്ലേ നമ്മൾ വളരെ എന്താ പറയണ്ടേ, വളരെ ഈ ടിമിഡായി പോകും. അപ്പോൾ ആ ഒരു പ്രത്യേക അവസ്ഥയെ കരകയറാൻ വേണ്ടി ബേബിയെ സഹായിച്ചിട്ടുള്ളത് വേണമെങ്കിൽ ആ ഒരു വല്ലാത്തൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. ഇപ്പം ഈ പറഞ്ഞ ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടം വീണ്ടും തിരിച്ചു വരണം, നമ്മൾ വാശി പിടിക്കാൻ പറ്റില്ല. കാലം മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ തന്നെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ സ്വഭാവത്തിനും മാറ്റം വരും. അപ്പോൾ അങ്ങനെ ഒരു പിടിവാശി നമുക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ ബേബി ഈ പറഞ്ഞ രാജ്യസഭ ഈ ടേം കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ ഈ പത്രങ്ങളിലും വാരികളിലും കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ബേബിയെക്കുറിച്ചുള്ള വാർത്തകൾക്കൊരു നെഗറ്റീവ് സ്വഭാവം വന്നു തുടങ്ങി. എനിക്കൊന്ന് ബേബി ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്. അതായത് കാലക്രമേണ ബേബിയെ ഒരു ടാർഗറ്റാക്കി മാറ്റുകയാണ്. അത് കേവലം പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആർത്തട്ടസിച്ച്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യം പറയട്ടെ, ഇപ്പോൾ ബേബി പറഞ്ഞ സ്വയം വിമർശനാത്മകമായിട്ടാണ് പറയുന്നത്. ഒരു ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആർത്തട്ടസിച്ച് ആ ടാർഗറ്റായി നിലനിർത്താൻ കാണിക്കുന്നൊരു വ്യഗ്രത. അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റുകളിൽ ഒന്നായിട്ട് ബേബി മാറി. അത് ബേബി ചിന്തിക്കത്തില്ലേ അത് ഇടയ്ക്ക് അതിനെക്കുറിച്ച്? അല്ല, ഇത് പിന്നെ വളരെ ബോധപൂർവമായ ആസൂത്രിതമായ എന്തെങ്കിലും ഒരു നീക്കമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓരോ സന്ദർഭത്തിലും പല കാരണങ്ങളാലും പലരും പല ടാർഗറ്റുകളൊരു മാധ്യമങ്ങളുടെ ഒരു ആവശ്യമാണ്. ഓരോ ദിവസവും വാർത്തകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കണം. അതെയോ പൊളിറ്റിക്സിൻ്റെ ഒരു സൃഷ്ടിയാണ് ടാർഗറ്റ്. രാഷ്ട്രീയത്തിലുമുണ്ട്. ഒരാളെ ശത്രുവായി പ്രഖ്യാപിച്ച് ബാക്കിയുള്ളവർ നിറയ്ക്കുക, ലോഡ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഈ പഴയ ഈ തോക്കുകളിലൊക്കെ അടിച്ച് മറ്റേ വെടിമരുന്ന് കയറ്റുന്ന പോലെ ഈ പറഞ്ഞ അതിനെ കണ്ടൻസ് പിന്നെ ഉണ്ടാക്കുക. അത് മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ മറ്റുള്ളവരിൽ കുറ്റം കാണുക, പിന്നെ അത് അതിശയോക്തിപരമാക്കി ചിത്രീകരിക്കുക. അങ്ങനെയുള്ള ഇപ്പം മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ കേട്ടിരിക്കാൻ ആളെക്കുള്ള വലിയൊരു കൗതുകമുണ്ടല്ലോ, ഒരു സെറ്റ് കൂടി കഴിഞ്ഞാൽ. അങ്ങനെയുള്ള അതിലെ മനുഷ്യ സ്വഭാവങ്ങളുണ്ട്. അതിൽ നിന്ന് വിമുക്തരാകാൻ, വ്യത്യസ്തരാകാനൊക്കെ നമ്മൾ ശ്രമിക്കും. നമുക്ക് കുറച്ച് അതിൽ കഴിഞ്ഞു എന്ന് വരും, ചിലർ കഴിഞ്ഞില്ല എന്ന് വരും. പിന്നെ ഓരോ ദിവസവും പത്രം അച്ചടിക്കണമല്ലോ. അപ്പോൾ പത്രത്തിൽ ഒരു സ്തോഭജനകമായൊരു വാർത്ത വേണം. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന് ഊതിപ്പെരിക്കുക. ഇപ്പോൾ മാധ്യമങ്ങൾക്ക്, ഇപ്പം ഇലക്ട്രോണിക് മാധ്യമത്തിനാണ് 24 മണിക്കൂറും വാർത്താ ചാനലുകളുണ്ടെങ്കിൽ ആളുകൾ ഇത് ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ട വിഭവങ്ങൾ നിർമ്മിച്ച് അതിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ഒരു ഓക്യുപ്പേഷണൽ ഹസാർഡായിട്ടാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾ, രാഷ്ട്രീയത്തിൻ്റെ മലയാളിയുടെ ഒരു പാസ്റ്റ് ടൈം തന്നെ കോൺട്രവേഴ്സിയായി മാറുന്നുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാർ പറയുന്നുണ്ട്. മലയാളിയുടെ ഒരു സ്വഭാവത്തിൽ തന്നെ അത് വന്നില്ല. ഞാനത് സീരിയസ് ആയിട്ടുള്ളൊരു ചർച്ചയ്ക്ക് വെക്കുകയാണ്. പാസ്റ്റ് ടൈം ഓഫ് മലയാളി എന്ന് പറഞ്ഞാൽ ഈ കോൺട്രവേഴ്സിയാണ്, ഭക്ഷിക്കുന്നതിന് വിവാദങ്ങളാണെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു പിന്നെ സാമാന്യവൽക്കരിച്ചൊരു അഭിപ്രായം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു പ്രസിദ്ധമായൊരു കഥയുണ്ട്. ഒന്നിലും വിശ്വസിക്കാതിരിക്കുക, എല്ലാത്തിനെയും കുറ്റം പറയുക,
ഒരു മജീഷ്യൻ, അദ്ദേഹം അത്ഭുതകരമായ പല പ്രകടനങ്ങളും കാണിച്ചു. പക്ഷെ അതൊന്നും ഒരു വലിയ മാന്ത്രിക വിദ്യയായിട്ട് അംഗീകരിക്കാൻ ഈ കാണികൾ വിസമ്മതിക്കുകയാണ്. ആ കാണികളെന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിൻ്റെ ഒരു രൂപകമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അവസാനം മാന്ത്രികൻ തൻ്റെ കരളിങ്ങനെടുത്ത് കാണിക്കുന്നു. അപ്പോൾ അതും അംഗീകരിക്കുന്നില്ല, അത് കരളാണെന്ന് അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതൊരു വളരെ തീക്ഷ്ണമായി മലയാളിയുടെ ഒരു പ്രത്യേക സ്വഭാവവിശേഷത്തെ ചിത്രീകരിക്കാൻ നമ്മുടെ പ്രസിദ്ധനായ ഒരു കഥാകൃത്ത് ഉപജീവിച്ച ഒരു രൂപകമാണ്. ഇതൊരു കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് പലരും പറയുന്നുണ്ട്. ഞാനതിനെക്കുറിച്ചൊരു കമൻറ്റ്, മലയാളികളെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്ക് അതിനകത്തില്ല. രണ്ടുപേരും മലയാളികളായതുകൊണ്ട് തന്നെയായിരിക്കാം. അതായത് ബേബിയുടെ ഈ സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബേബിക്ക് ഈ കല, സംഗീതം ഇതിനോടൊക്കെ ഒരു താല്പര്യമുണ്ട്. സ്വരലയാണ് ബേബിയുടെ ബേബിയായിട്ടാണ് ഡൽഹിയിൽ. അപ്പോൾ അതൊന്നും ഷൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്താ കാരണം വെച്ചാൽ കലയും സാഹിത്യവും മറ്റേ ഈ പറഞ്ഞ സർഗ്ഗവാസനകളും മോശപ്പെട്ട കാര്യമാണെന്ന് ആരും കരുതുന്നില്ല. ഇപ്പോൾ സ്വരലയെ ഇപ്പം ഞാൻ ഡൽഹി താമസിച്ചിരുന്ന വീട്ടിലാണ് രജിസ്റ്റർ ചെയ്തത്, ഓർമ്മയുണ്ടോ? പക്ഷെ എന്നെ അതിനകത്ത് മെമ്പറാക്കിയിട്ടില്ല, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടത്. അല്പം സംഗീത രസീതൊക്കെ ഉള്ളവരെ ഞങ്ങൾ അതിനകത്ത് മെമ്പർഷിപ്പ് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അതായത് പക്ഷേ എ കെ ആന്റണിയെയും കെ ആർ നാരായണനൊക്കെ ലൈഫ് മെമ്പറാക്കി. അവരിൽ ചെറിയ പ്രതീക്ഷയുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ശരി. അദ്ദേഹം അച്ചടക്ക കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കും കോൺഗ്രസിൽ. ഡൽഹിയിലെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരുപാട് പരിപാടികളുടെ പിന്നെ ചുമതല ഈ സംഘടനയ്ക്ക് വന്നു ചേരുകയാണ്. വെച്ചാൽ ഏറ്റവും കൂടുതൽ പിന്നെ ദിവസങ്ങൾ നീണ്ടു നിന്ന സംഗീത പരിപാടികൾ, സംഗീതത്തെക്കുറിച്ച് വലിയൊരു ഗന്ധമില്ലെങ്കിലും പലപ്പോഴും എന്നെ ബേബി നിർബന്ധിച്ചുകൊണ്ട് അവിടെ ഇരുത്താറുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ശരിയല്ലേ, ഇത് ആദ്യകാലത്ത് ആളെ കിട്ടാത്തതുകൊണ്ട് എനിക്ക് ആസ്വാദനം കിട്ടാത്തതുകൊണ്ട് കിട്ടിയവരാകട്ടെ എന്ന് വെച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട്, തുടക്കത്തിൽ ആളെ കിട്ടാത്തതുകൊണ്ട് നമ്മുടെ കോഫി ഹൗസിലെ പി വി പവിത്രനെയും പവിത്രൻ എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഈ കച്ചേരി നടക്കുന്ന ദിവസം അവിടെ വന്നിരിക്കാൻ പറയും ആളുകളെയായിട്ട്. എനിക്ക് വേറെ കൂടെ ഓർമ്മയുണ്ട്, ഈ കോഫി ബോർഡ് ലേബർ യൂണിറ്റിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്. അപ്പോൾ ആ പദവി ദുരുപയോഗിച്ചുകൊണ്ട് പവിത്രനോട് യൂണിയൻ മെമ്പർമാരെ കൊണ്ട് ഇരുത്താൻ പറഞ്ഞു. ആ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരിൽ ഒരു കലാഭിരുചി വളർത്തിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു. എന്തായാലും ഈ പവിത്രനെ പോലും വലിയ മുഴുനീള കച്ചേരി, അതിന്റെ ഫലമായിട്ട് പവിത്രന്റെ മകളിപ്പോൾ ഒരു നർത്തകിയാണ്. അതിന്റെ ഫലമായിട്ടല്ല, അതിന് മുമ്പ് തന്നെ നർത്തകിയായിരുന്നു. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് അത് പിന്നീട് ഈ പറഞ്ഞ പോലെ വളരെ ഹമ്പിളായിട്ടുള്ള തുടക്കമായിരുന്നെങ്കിലും പിന്നീട് ഈ പറഞ്ഞ ഡൽഹിയിലും അതുപോലെ കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പാലക്കാട് ചാപ്റ്റർ, അതെ, ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറി. പക്ഷേ ഇത്രത്തോളം ഈ പറഞ്ഞ സംഘടന ഔത്സുക്യവും അതുപോലെ പാഠവും കാണിച്ചെങ്കിലും ആ സ്വരലയ തന്നെ ബേബിക്കെതിരെയുള്ളൊരു ആയുധമായി മാറി. അതായത് ബേബിയുടെ ഇത്തരത്തിലുള്ള അസോസിയേഷനുകൾ, ബേബി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ, അതായിട്ട് പറയാം, ബേബി എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ്റെ ആ കമ്മ്യൂണിസ്റ്റ് സ്വഭാവത്തിൽ വെള്ളം ചേർക്കുന്ന, മായം ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റായിട്ട് കണ്ടെത്തപ്പെട്ടു. അതാണ് ശരിക്കുള്ള എൻ്റെ അസസ്മെൻറ്റ്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു പൊളിറ്റീഷ്യന് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരന് ആ ഇടതുപക്ഷ സ്വഭാവത്തിൽ മങ്ങലേൽപ്പിക്കുന്ന ഘടകങ്ങളായിട്ട് ഇത്തരത്തിലുള്ള അസോസിയേഷനുകൾ ചിത്രീകരിക്കപ്പെട്ടു. ബേബി അത് ശ്രദ്ധിച്ചിട്ടുള്ളത്. അത് അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നവർ EMS വായിച്ചിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെക്കുറിച്ച് ബോധമില്ല. കലയിലും സംസ്കാരത്തിലും താല്പര്യമെടുക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയും എന്നും ശ്രദ്ധിച്ചിട്ടുള്ള മേഖലകളാണ്. ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക രംഗത്തെ വൻ മുന്നേറ്റങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇന്നത്തെ ലോക പ്രശസ്തനായ സിത്താറിസ്റ്റ് പണ്ഡിറ്റ് രവിശങ്കർ ഇപ്റ്റയുടെ ഭാഗമായിരുന്നു. ഇപ്റ്റയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ പുരോഗമന സാംസ്കാരിക ചരിത്രം സമാഹൃത കൃതിയായിട്ട് വന്നിട്ടുള്ളതിൽ രവിശങ്കർ പിന്നെ അവതരിപ്പിച്ചിട്ടുള്ള ചർച്ചാ രേഖ, ഒരു ഇപ്റ്റയുടെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖ, ഇതെല്ലാം ക്രോഡീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ KPSCയും ഒക്കെ വഹിച്ചിട്ടുള്ള പങ്ക് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ക്ലാസിക്കൽ സംഗീതം, രവിശങ്കറിനെ കുറിച്ച് പറഞ്ഞതാണ് പോയിന്റ്. അതായത് ക്ലാസിക്കൽ സംഗീതം പാലക്കാട് വെച്ച് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ്സിൽ ആലത്തൂർ സഹോദരന്മാരുടെ സംഗീത കച്ചേരി അതിൻ്റെ ഒരു ഭാഗമാണ്. പാലക്കാട് മണിയനാണെന്ന് മൃദംഗം വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കലയിലും സംസ്കാരത്തിലും പൊതുവിലും ക്ലാസിക്കൽ സംഗീതത്തിൽ പോലും താല്പര്യം കാണിച്ചു പോന്നിട്ടുണ്ട്. ലോകചരിത്രത്തിൻ്റെയും ഭാഗം. ഇതിൻ്റെ ബേബി എന്ന സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വിമർശനം ഇങ്ങനെയാണ് വന്നത്. അതായത് വരേണ്യ കലകൾ, എനിക്ക് തോന്നുന്നു ആ പദപ്രയോഗമായിരിക്കാം ഉപയോഗിച്ചിട്ടുണ്ടാവുക, എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. ചില കലകളെ വരേണ്യ കലകളായി ചിത്രീകരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വരേണ്യ കലകളുടെ കൂടെ പോകേണ്ട ആൾക്കാരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ. ആ ഒരു വിമർശനമായിട്ട് പൊതുവായിട്ട് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ
മലപ്പുറം സംസ്ഥാന സമ്മേളനത്തെ മുൻനിർത്തി മാധ്യമങ്ങൾ നടത്തിയ ക്യാമ്പയിനിൽ പോലും ഈ പറഞ്ഞ നാലാം ലോകം എന്നൊക്കെയുള്ള സംഭവങ്ങൾ വന്നതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു സംഭവം ഇതായിരുന്നു. പക്ഷേ ഇതേക്കുറിച്ച് പിന്നെ ബേബിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഒരു കാലങ്ങളും മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നല്ല. ബീഥോവൻ്റെയും മൊസാർട്ടിൻ്റെയും സംഗീതത്തിൻ്റെ ഏറ്റവും ഹൃദയം കൊണ്ട് ആ സംഗീതത്തിൽ അഭിരമിച്ചിട്ടുള്ള ആളാണ് കാൾ മാർക്സ്. ഇത് ചരിത്ര വസ്തുതയാണ്. ഇതൊന്നും അറിയാൻ പാടില്ലാതെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ ആ പക്ഷേ ഇടയ്ക്ക് ഇതൊക്കെ ഈ വിമർശനം വരുമ്പോൾ ബേബി ഒന്നും പതറിയിട്ടില്ലേ? അത്രത്തോളം ഒന്നും അസോസിയേറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തോന്നൽ. അത് ഒട്ടും ശരിയല്ല. ശരിയല്ലേ? ഇതിൽ നമ്മുടെ മുൻഗണനകളുടെ പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ സമയം ഏതാണ്ട് മുഴുവൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയവും സംഘടനാപരവുമായ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ നിന്ന് അല്പം സമയം മോഷ്ടിച്ചെടുത്തിട്ട് വേണം ഒരു സംഗീത കച്ചേരി ആസ്വദിക്കാനോ, ഒരു നാടകം കാണാനോ, ഒരു സിനിമ കാണാനോ, ഒരു നൃത്തം കാണാനോ പോകാൻ കഴിയുക. അത് എൻ്റെ സമയം ക്രമീകരിച്ചുകൊണ്ട് ഇതിനും സമയം നീക്കി വെക്കേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് വ്യക്തിത്വത്തിന് തന്നെ ആവശ്യമാണ്. അതൊരു പതറലായിരുന്നില്ല, മറിച്ച് ഒരു സമയം വീണ്ടും ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്തതായിരുന്നു. കേരളത്തിൽ വന്നപ്പോൾ ഇതിനു വേണ്ടി നീക്കി വെക്കുന്ന സമയത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ അതായിരുന്നില്ല, മറ്റു ചുമതലകൾ നിർവഹിച്ചിട്ട്. എനിക്ക് വേറൊരു കാര്യം ബേബി, നമ്മൾ ഈ ക്രിസ്ത്യൻ ഗ്രഹങ്ങളിൽ ക്രിസ്ത്യാനിക്ക് വലിയ സംഗീത വാസനയൊന്നും ഇല്ലാന്നൊരു പൊതുവേ, പക്ഷെ അങ്ങനെ യേശുദാസിനെ പോലുള്ള ആൾക്കാരുണ്ട്. പാശ്ചാത്യ സംഗീതജ്ഞന്മാരെല്ലാം ക്രിസ്ത്യാനി അല്ല, പക്ഷെ ആ ഒരു തരത്തിലേക്കില്ല. ക്ലാസിക്കൽ മ്യൂസീഷ്യൻസ് ഇവിടെ പൊതുവേ യുവന്മാർ അല്പം മുരടന്മാരാന്നൊരു ധാരണ പൊതുവേ ആൾക്കാർക്കുണ്ട്, നമ്മളൊക്കെ. അപ്പോൾ പക്ഷേ ബേബിക്ക് എങ്ങനെ ഈ ഒരു കലാ അഭിരുചി വന്നു എന്നുള്ള കാര്യം പലരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് അങ്ങനെ അതിന് ഞാൻ അപ്പച്ചനാണ് മുഴുവൻ ക്രെഡിറ്റും കൊടുക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അപ്പച്ചൻ്റെ ചില സ്വഭാവവിശേഷങ്ങൾ, പുള്ളി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററും തിരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുള്ളൊരു വീട്ടിൽ പിറന്ന ആളുമാണ്. പക്ഷെ പുള്ളി ഒരു വളരെ റാഡിക്കൽ മൈൻഡഡ് ആയിരുന്നു. വീട്ടിൽ നിന്ന് ഒരു സെൻറ്റ് ഭൂമിയോ ഒരു രൂപയോ ഷെയർ വാങ്ങിയിട്ടില്ല. സ്കൂൾ അധ്യാപകൻ എന്ന ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലയിൽ കിട്ടുന്ന ശമ്പളം അതാത് മാസം ചിലവഴിക്കും. അമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു പവൻ സ്വർണ്ണമോ, സാമാന്യം നല്ല തെങ്ങും പുരയുടെ ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയും പറയാൻ കാരണം പുള്ളി റേഡിയോ വാങ്ങിച്ചിട്ടില്ല. പുള്ളിക്ക് സംഗീതത്തിൽ വലിയ താല്പര്യമാണ്. ശാസ്ത്രീയ എല്ലാ ശനിയാഴ്ചയും ദേശീയ സംഗീത പരിപാടിയുണ്ട്. ഒരു ആഴ്ച കർണാടക സംഗീതമായിരിക്കും, പിന്നെ ഒരാഴ്ച ഹിന്ദുസ്ഥാനി സംഗീതം. ഇതൊക്കെ പിന്നീട് വളർന്നിട്ടാണ് മനസ്സിലാകുന്നത്. തീരെ കൊച്ചുകുട്ടിയായി എന്നെയും വിളിച്ചിട്ടാണ് അയലത്തെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ ദേശീയ സംഗീത സമ്മേളനം കേൾക്കാൻ പോകുന്നത്. അപ്പോഴാണ് ഇത് ശമ്മാങ്കുടിയുടെ കച്ചേരിയാണ്, നിങ്ങൾ കേട്ടത് GN ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കച്ചേരിയാണ്, ഫയാസ് ഖാൻ്റെ കച്ചേരിയാണെന്ന് കേട്ട് ഈ പേരുകൾ എനിക്ക് കുട്ടിക്കാലം മുതലേ എൻ്റെ ഓർമ്മയിൽ പതിഞ്ഞു കിടപ്പുണ്ട്. ഈ പാട്ട് ഞാൻ അറിയാതെ എന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ബേബിക്ക് എങ്ങനെ ഈ ഒരു കലാ അഭിരുചി വന്നു എന്നുള്ള കാര്യം പലരെ അമ്പരപ്പിച്ചിട്ടുണ്ട്, പാരമ്പര്യമായിട്ട് അങ്ങനെ. അതിന് ഞാൻ അപ്പച്ചനാണ് മുഴുവൻ ക്രെഡിറ്റും കൊടുക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അപ്പച്ചൻ്റെ ചില സ്വഭാവവിശേഷങ്ങൾ, പുള്ളി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററും തിരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുള്ളൊരു വീട്ടിൽ പിറന്ന ആളുമാണ്. പക്ഷെ പുള്ളി ഒരു വളരെ റാഡിക്കൽ മൈൻഡഡ് ആയിരുന്നു. വീട്ടിൽ നിന്ന് ഒരു സെൻറ്റ് ഭൂമിയോ ഒരു രൂപയോ ഷെയർ വാങ്ങിയിട്ടില്ല. സ്കൂൾ അധ്യാപകൻ എന്ന ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലയിൽ കിട്ടുന്ന ശമ്പളം അതാത് മാസം ചിലവഴിക്കും. അമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു പവൻ സ്വർണ്ണമോ, സാമാന്യം നല്ല തെങ്ങും പുരയുടെ ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയും പറയാൻ കാരണം പുള്ളി റേഡിയോ വാങ്ങിച്ചിട്ടില്ല. പുള്ളിക്ക് സംഗീതത്തിൽ വലിയ താല്പര്യമാണ്. ശാസ്ത്രീയ എല്ലാ ശനിയാഴ്ചയും ദേശീയ സംഗീത പരിപാടിയുണ്ട്. ഒരു ആഴ്ച കർണാടക സംഗീതമായിരിക്കും, പിന്നെ ഒരാഴ്ച ഹിന്ദുസ്ഥാനി സംഗീതം. ഇതൊക്കെ പിന്നീട് വളർന്നിട്ടാണ് മനസ്സിലാകുന്നത്. തീരെ കൊച്ചുകുട്ടിയായി എന്നെയും വിളിച്ചിട്ടാണ് അയലത്തെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ ദേശീയ സംഗീത സമ്മേളനം കേൾക്കാൻ പോകുന്നത്. അപ്പോഴാണ് ഇത് ശമ്മാങ്കുടിയുടെ കച്ചേരിയാണ്, നിങ്ങൾ കേട്ടത് GN ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കച്ചേരിയാണ്, ഫയാസ് ഖാൻ്റെ കച്ചേരിയാണെന്ന് കേട്ട് ഈ പേരുകൾ എനിക്ക് കുട്ടിക്കാലം മുതലേ എൻ്റെ ഓർമ്മയിൽ പതിഞ്ഞു കിടപ്പുണ്ട്. ഈ പാട്ട് ഞാൻ അറിയാതെ എന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഞാൻ അറിയാതെ. അപ്പോൾ വീട്ടിൽ അപ്പച്ചനൊരു റേഡിയോ വാങ്ങി വെച്ചിരുന്നെങ്കിൽ, ആ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇത് കേൾക്കില്ല. എന്തുകൊണ്ടാണ്? അപ്പച്ചനോട് അടുത്ത് കേട്ടുകൊണ്ടിരിക്കും, പിള്ളേരൊന്നും ബഹളം ഉണ്ടായിക്കൂടാന്ന് പറയും, ഞങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തൂടെ പോകും. അയലത്ത് വീട്ടിലെ കൂട്ടുകാരൻ്റെ റേഡിയോ കേൾക്കാൻ പോകുമ്പോൾ അപ്പച്ചന് കൂട്ടിനൊരാൾ വേണം. ഏറ്റവും ഇളയ മോൻ എന്നുള്ള തരത്തിൽ എന്നെയും പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഞാൻ അപ്പച്ചൻ്റെ കൂടെ ഇരുന്നിട്ട് ഇത് കേൾക്കാൻ വിധിക്കപ്പെടുന്നു. ആ അപ്പച്ചൻ്റെ സവിശേഷമായ സ്വഭാവത്തിനാണ് ഞാനിപ്പം ശിരസ് നമിച്ച്. പക്ഷെ പിന്നീട് അല്പം ഡോർമെൻ്റ് ആയിപ്പോയോ അത്? അതിനുശേഷം അപ്പച്ചൻ മരിച്ചു, എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയി. പിന്നീട് എൻ്റെ ജ്യേഷ്ഠൻ, ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ, അപ്പച്ചൻ്റെ ഈ പ്രത്യേകതയിൽ നിന്ന് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഉച്ചക്ക് വീട്ടിലേക്ക് കച്ചേരി കേൾക്കാൻ പോകുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അടിയന്തരാവസ്ഥയിൽ ജൂലൈ 1 ഇവിടുത്തെ പ്രകടനവും മർദ്ദനവും ഒക്കെ കഴിഞ്ഞ് വിമോചനമായതിനു ശേഷം
പാലക്കാട് ഗവി നാരായണസ്വാമി, അതുല്യനായ സംഗീതജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അപ്പോൾ പത്മശ്രീ കിട്ടിക്കഴിഞ്ഞിട്ട് തൃക്കടവൂർ, കുണ്ട്രയിൽപ്പെട്ട തൃക്കടവൂർ ക്ഷേത്രത്തിൽ ഒരു കച്ചേരിക്ക് വരുന്നു എന്നറിഞ്ഞു. എന്നെയും പുള്ളി വിളിച്ചുകൊണ്ട് പോയി. അപ്പം ഗവി നാരായണസ്വാമിയുടെ കച്ചേരി കേൾക്കാൻ പോകണമെന്ന് എനിക്കുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ള ചില സന്ദർഭങ്ങളിലൂടെയാണ് ഈ ഒരു പരിധിവരെ പട്ടുപോയ ഈ സംഗീത താല്പര്യത്തിൻ്റെ മുളകൾ വീണ്ടും പൊന്തി വരുന്നത്. അത് പിന്നെ കാസറ്റുകൾ വാങ്ങി കേൾക്കുക, കച്ചേരി പറ്റുന്ന സമയത്ത് പോയി കേൾക്കുക, അങ്ങനെ പുഷ്ടിപ്പെടുത്താൻ തുടർന്ന് ഞാൻ ശ്രദ്ധിച്ചു എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ കിട്ടിയിരുന്നു. അതാണ് പിന്നീട് ഇത് ഈ പറഞ്ഞ ഈ കലകളെ ബന്ധപ്പെടാനൊരു പ്രേരകമായത്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ആൾക്കാർ അത് എന്നെപ്പോലുള്ള ബേബി എന്നെ മരോടെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും എനിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും ഈ പറഞ്ഞ സ്വർലയിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന വേറെ കാര്യം, എന്നാലും ഇതുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. ഏത് മനുഷ്യരിലും സംഗീതത്തിൻ്റെ അംശമുണ്ട്, അത് നമുക്ക് കണ്ടെത്താൻ കഴിയണം. ഇപ്പം ബ്രിട്ടാസ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ബ്രിട്ടാസ് സംഗീതം ആസ്വദിക്കുന്നുണ്ട്. എല്ലാ സംഗീതവും അന്ത്യവിഷയത്തിൽ മരടെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞത്, അത് സീരിയസ് ആക്കി എടുക്കാൻ വേണ്ടി പറഞ്ഞതല്ലാതെ സംഗീതം നന്നായി ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. ബേബി വേറൊരു കാര്യം, ബേബി ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ മീറ്റിങ്ങുകൾ, പൊതുയോഗങ്ങൾ, അതിനപ്പുറത്ത് വേറൊരു ലോകമില്ല എന്നൊരു തെറ്റിദ്ധാരണ, അതൊരു അബദ്ധധാരണ തന്നെയാണ്. സാധാരണ ആൾക്കാർക്കുള്ള പോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ആൾക്കാർ തന്നെയാണ് രാഷ്ട്രീയക്കാർ, മറ്റ് സിദ്ധികളുള്ളവർ തന്നെയാണ്. ഇപ്പോൾ കളികൾ, ബാഡ്മിൻ്റൺ, ഫുട്ബോൾ, ഇതൊക്കെ ഇപ്പം ഡൽഹിയിൽ നമ്മളൊക്കെ ഒരുമിച്ച് ഒരുപാട് കാലം കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. കളിച്ച് സ്ഥിരമായി തോറ്റ് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ എത്ര ഭക്ഷണമുള്ളത് പിന്നെ പവിത്രനും എനിക്കും, എത്ര ബ്രേക്ക്ഫാസ്റ്റ്, ഞാനത് ചോദ്യമായിട്ട് ചോദിക്കട്ടെ. അല്ലാതെ പവിത്രൻ കാത്തിരിക്കുകയാണ് എപ്പോൾ ബ്രിട്ടാസിനെ കിട്ടിയാലും. പക്ഷേ എനിക്ക് ഇപ്പോഴും ഓർമ്മ എന്താ അറിയുക, അന്ന് നമ്മൾ ഷട്ടർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് പോയ ബോൾ ഇന്നാക്കാൻ വേണ്ടി ഒരുപാട് തർക്കിക്കുകയായിരുന്നു സത്യമായിട്ട്. അക്കാര്യത്തിൽ പ്രകാശ് പതുകൊണ്ട് തത്വങ്ങളാണ്. അനാവശ്യമായി ഒരിക്കലും നമ്മളൊരു പോയിന്റ് ക്ലെയിം ചെയ്തുകൂടാ എന്നുള്ള പ്രകാശ് പതുകൊണ്ടിൻ്റെ ഹൈ ഇൻറ്റഗ്രിറ്റിയുള്ള സമീപനം, അതാണ് ഞാൻ എപ്പോഴും പിന്തുടരുന്നത്. പക്ഷേ കളിയിൽ തോക്കുന്നതിന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഇല്ല. ഞാൻ മിക്കവാറും തോക്കുമായിരുന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു വിഷമം ബ്രിട്ടാസുമായിട്ടാണ് കളിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ തോക്കുന്നതിൻ്റെതായ വേറെ കാര്യം ഓർമ്മയുണ്ടായിട്ടില്ല. നമ്മുടെ മാധവൻകുട്ടി നമ്മളോട് കളിച്ചുകൊണ്ടിരുന്ന ആളാണ്, തോക്കാൻ ഏറ്റവും വിഷമിച്ചിട്ടുള്ള ആൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും തോക്കുന്നത് ഇഷ്ടപ്പെട്ടു. ബേബിയുടെ കൂടെ നിന്ന് തോക്കുകയാണെങ്കിൽ അടുത്ത എൻ്റെ കൂടെ വന്നിരിക്കും, അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. പക്ഷേ മാധവൻകുട്ടിയായിട്ടാണ് ഈ ചർച്ചയിൽ ഓർത്തത്, ഈ സൗഹൃദത്തിൻ്റെ ഒരു നിത്യഹരിത നായകൻ. ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്ത് ചെറിയ കാര്യത്തിനും ഓടിയെത്തുന്ന, അങ്ങനെ കുറേ മാത്രമല്ല ഏത് കാര്യം ബേബി, അതായത് ഞാൻ പറയിച്ചത് ഇപ്പം ഇന്നേൻ്റെ കാര്യങ്ങളെ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധനകളെ അതിജീവിച്ചൊരു മനുഷ്യനാണ്. ഇപ്പം നമ്മളോട് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും, നല്ല തമാശ പറയും, ചിലർ അശ്ലീലം പറയുന്ന ആളായിരുന്നു. ഞാനുള്ളപ്പോൾ ഇല്ല, അല്ല ബേബി ഉള്ളപ്പം ബേബിയോട് പറയുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നോട് പറയാത്തത്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ ഒരു ജൈവപരമായിട്ടുള്ള ഒരു സൗഹൃദം നിലനിർത്തുന്ന ഈ പറഞ്ഞ അതിൻ്റെ ഒരു കെമിസ്ട്രി ഉള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ അതുപോലെ വാശി, ഈ കോർട്ടിൽ നിന്ന് ജയിക്കണമെന്നുള്ള ഒരു വാശി, അതും സാധാരണ ഒരു സാധാരണ കളിക്കാർക്കുണ്ടാകാറുള്ളതാണ്. സാധാരണ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ഒരു മനസ്സാണത്, ജയിച്ചേ അടങ്ങുന്നുള്ള കാര്യം. ഈ പറഞ്ഞ നമ്മൾ കളിച്ച് ജയിപ്പിക്കണം, അതാണ് പ്രശ്നം. നമ്മുടെ പിന്മരത്ത് ജയിക്കണം. പുള്ളിയുടെ വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ല അത് ഒരു കണക്കിന് ഈ ഡൽഹിയിലെ അത്തരത്തിലുള്ള ജീവിതങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഏടുകളാണ്. വെച്ചാൽ ഏറ്റവും ഈ പറഞ്ഞ ഈ കോട്ടൽ വരും. പിന്നെ ബേബിയുടെ ചില ഡയലോഗുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. എന്തോ മറ്റേ ഹാൻജിയാനോ മോർഗൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊന്നിട്ടുണ്ട്. വലിയ വലിയ കളിക്കാരുടെ പേരുകൾ. ശരി, കളിക്കാരുടെ ഹാൻജിയാൻ, മോർട്ടൺ ഫ്രോസ്റ്റ്, അതിപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കിങ്, അതൊരു 52 പ്രാവശ്യം SRPയുടെ മകൻ കളിയാക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ ബിജോയ് ഇടയ്ക്ക് പറയും, ബേബി വരുമ്പോൾ ബേബി ചേട്ടൻ വരുന്നുണ്ട്, ഹാൻജിയാൻ വരുന്നുണ്ടെന്നാണ് പറയുക. അത് കാരണം വെച്ചാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഷോ എന്തൊരു കളിയായിരുന്നു എന്നും പറഞ്ഞിട്ട് തുടങ്ങും. എനിവേ അതൊരു പ്രത്യേക കാലഘട്ടമായിരുന്നു. അതുപോലെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. ഇപ്പോൾ നമ്മുടെ മാധവൻകുട്ടി ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹം അതിലൊക്കെ വലിയ താല്പര്യമായിരുന്നു. അത് അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്ന് സൗഹൃദങ്ങളുടെ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് കേരളത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു യാന്ത്രികത. അവിടെ ഒരു തുറന്ന കമ്മ്യൂൺ ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. വിതൽഭായ് പട്ടേൽ ഹൗസ്, അത് ഞാൻ നരിക്കുട്ടി മോഹൻ്റെ കാലം മുതൽ അനുഭവിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് പാട്ടിൻ രാജൻ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ. അപ്പോൾ അത് പിന്നെ അതൊരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അർത്ഥപ്രവാസികളുടെ ഒരു ജീവിതാഘോഷമായിട്ട് വേണമെങ്കിൽ അതിനെ കാണാവുന്നതാണ്. പിന്നെ നമ്മുടെ സ്വഭാവത്തെ കരുപ്പിടിപ്പിക്കുന്ന ഒരുപാട് സഹായിച്ചിട്ടുള്ള സംഭവമാണ്.
ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുക, ബന്ധപ്പെടാൻ പറ്റുക. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ അവസാനം കിടന്നുറങ്ങുന്നത് വരെ ഒരുപാടൊരു ഇൻട്രാക്ഷനിലൂടെ കടന്നു പോകാൻ കഴിയുക എന്നുള്ളൊരു സംഭവം. അതൊരു വൻ നഗരത്തിൻ്റെ ലോകത്തിലേക്ക് തുറന്നു വെച്ചൊരു നഗരമാണ് ഡൽഹി. അപ്പം ആ ഡൽഹി ജീവിതത്തിൽ ഡൽഹിയുടേതായ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. നമ്മൾ ഡൽഹി നിന്നുകൊണ്ട് കേരളം മാത്രമല്ല കാണുന്നത്, ലോകമാണ് കാണുന്നത്. അതിൻ്റേതായ ഒരു മനസ്സ് തുറപ്പ്, പെരുമാറ്റത്തിൻ്റെ ഒരു ഓപ്പൺനെസ്, അതൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ രാവിലെ കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, ഇപ്പം ചിലപ്പോൾ നമ്മുടെ ശശികുമാർക്ക് വരുമായിരുന്നു, സീതാറാം യെച്ചൂരി വരുമായിരുന്നു, മാധവൻകുട്ടി വരും. ആ കളിയുടെ ഇടയിൽ രാഷ്ട്രീയം, അത് ഇത് ചില്ലറ പരദൂഷണങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ദിവസം തുടങ്ങുന്നത് എന്താ പറയേണ്ട ഒരു മിഴിവിലാണ് തുടങ്ങുന്നത്. ആ ദിവസത്തിൻ്റെ ഒരു ചിന്താപരമായ തയ്യാറെടുപ്പ് കോർട്ടിൽ നടക്കുന്ന ചർച്ചകളിലൂടെ രൂപപ്പെടുമായിരുന്നു. പിന്നീട് ഈവൻ ബേബി പാർലമെൻറ്റിൽ സംസാരിക്കുന്നത് പോലും ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ചില ഫോർമുലേഷൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമുക്ക് തന്നെ ഒരു കാഴ്ചപ്പാട്, ആ ദിവസത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ചിലപ്പോൾ ഉരുത്തിരിയുന്നത് അങ്ങനെയായിരുന്നു. ഇത്തരത്തിലുള്ളൊരു വിശാലമായ ലോകത്ത് നിന്ന് പെട്ടെന്ന് കേരളത്തിൽ വന്ന് പെട്ടപ്പോൾ എനിക്ക് തോന്നിയത് തന്നെയാണോ തോന്നിയത്? അല്ലല്ല, എനിക്ക് കേരളത്തിൽ വന്ന് പെട്ടപ്പോൾ ഇങ്ങനെയുള്ള പല പ്രത്യേകതകളും ഡൽഹിക്കുണ്ടായിരുന്നെങ്കിലും കേരളമാണ്. അതൊരു കാര്യം ഞാൻ തുറന്നു പറയാം. ഇപ്പോൾ പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുക, പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് വലിയൊരു ഉത്സാഹമുണ്ട്. പല കോൺഫറൻസുകൾക്ക് പോയിട്ടുണ്ട്, അവിടെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ ഞാൻ ബ്രിട്ടാസിനോട് സത്യം പറയുകയാണ്, നല്ല ഗൗരവമുള്ള രാഷ്ട്രീയ ദൗത്യം അടങ്ങുന്ന ഒരു വിദേശയാത്ര എന്ന് പറഞ്ഞാൽ മനുഷ്യന് എപ്പോഴും ഔത്സുക്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ പുറത്തേക്ക് പോയി 5-6 ദിവസം കഴിയുമ്പം നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, കേരളത്തിലേക്ക് തിരിച്ചു വരണം. കേരളത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട്, ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹം, ഇപ്പറഞ്ഞ വിമർശനങ്ങളും പരദൂഷണങ്ങളും എല്ലാം ഉൾപ്പെടുമ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ നന്മ, അതെ, ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മുടെ ബേബി ഇപ്പം ഈ ക്യൂബൻ സോളിഡാരിറ്റി എന്നൊക്കെ പറഞ്ഞ് എത്രയോ ഈ പറഞ്ഞ പോലെ ഒരിടക്കാലത്ത് ക്യൂബ എന്നും പറഞ്ഞിട്ട് അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ക്യൂബ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്, നീതിക്ക് വേണ്ടി സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം. ഞാനത് എന്തുകൊണ്ട് ഇത് വൈകുന്ന ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അല്ല ബേബി, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ബേബിയുടെ സ്വഭാവം രൂപപ്പെടുന്നതിലും ഇത്തരത്തിലുള്ള സംഘടനയുടെ ഭാഗമാകുക, അതിൻ്റെ ഒരു നേതൃത്വപരമായി പങ്കുവഹിക്കുക. ഇപ്പോൾ ക്യൂബൻ സോളിഡാരിറ്റി മൂവ്മെൻറ്റ് എനിക്ക് തോന്നുന്നു വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പം ഈ പഞ്ചാബിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഇത് ശേഖരിച്ചുകൊണ്ട്, ധാന്യം ശേഖരിച്ചു 10,000 ടൺ ഗോതമ്പ് ശേഖരിച്ചുകൊണ്ട് ക്യൂബയിലേക്ക് പോകുന്നു. ക്യൂബയിൽ നടക്കുന്ന യോഗങ്ങൾ, മറ്റ് മിക്കവാറും രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവം, ഒരുപാട് പാർലമെൻറ്റേറിയൻസ് അതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് വരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ബേബി എന്നുള്ളൊരു സംഘാടകനെ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചാണെന്ന് തോന്നുന്നു. ക്യൂബൻ സോളിഡാരിറ്റിയുടെ പ്രവർത്തനങ്ങളിലൂടെ എനിക്കൊരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. പക്ഷെ അതിൽ കൂടുതൽ അത് പാർട്ടിയുടെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. സുർജിത്ത് അതിനകത്ത് അതിൻ്റെ ഒരു വലിയ ശക്തിസ്തംഭമായി ഒപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ ചുമതലകൾ പലതും മറ്റുള്ളവരെ ബന്ധപ്പെടുക, മറ്റ് പാർട്ടിയിൽപ്പെട്ടവരെ കൂട്ടിയിണക്കി കൊണ്ടുപോവുക. ശ്രീ നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റായിരുന്നു. 2 ട്രെയിൻ നിറയാണ് ഈ ധാന്യം നിറച്ച് പഞ്ചാബിലെ സ്റ്റേഷനിൽ നിന്നും ഖന്ന എന്ന് പറയുന്ന സ്നൈപ്പ് പോക്കുന്നുണ്ട്. അവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്താണ് സുർജിത്ത് ഞങ്ങളെ കൂടെ പോയിട്ട് നേരെ ഹാൽദിയ പോർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വളരെ അതിഗംഭീരമായൊരു പ്രവർത്തനമായിരുന്നു അത്. മറ്റ് പാർട്ടികളെല്ലാം ഇതിനകത്ത് സഹകരിച്ചു. നരസിംഹറാവു ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി, ജാഫർ ഷെരീഫായിരുന്നു റെയിൽവേ മന്ത്രി. അദ്ദേഹം ഇത് സൗജന്യമായി ട്രെയിൻ വിട്ടുതരികയാണ്. ഈ ധാന്യം മുഴുവൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ് ട്രെയിൻ സൗജന്യമായിട്ട് വിട്ടുതരികയാണ്. അപ്പോൾ അതിനിങ്ങനെ ഇവരെ ഓടി നടക്കുക, കാണുക, ഓരോ ചെറിയ കാര്യങ്ങളും. ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പം തിരിഞ്ഞിപ്പോൾ ചിന്തിക്കുമ്പോൾ ഇടയ്ക്ക് പരിഭ്രമം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത്രയാണെന്ന് അറിയുമ്പം ഇതെല്ലാം കുറ്റമറ്റ തരത്തിൽ. അപ്പോൾ ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി, ഈ ഫ്യൂമിഗേഷൻ എന്നുള്ള വാക്ക് ഞാൻ അപ്പോഴാണ് ആദ്യം കേൾക്കുന്നത്. ഡിക്ഷണറി അപ്പം പോയി പറഞ്ഞോ? ഇല്ല, അത് പിന്നെ ആദ്യം ഇത് എന്താണെന്ന് തന്നെ മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നെ അർത്ഥവ്യാപ്തിയൊക്കെ നോക്കിയത്. ഈ ധാന്യങ്ങൾ മുഴുവൻ അതിനകത്തൊരു കീടമോ പകരാവുന്ന രോഗാണുക്കളോ ഒന്നുമില്ലാതെ ചില വാതകങ്ങളെല്ലാം കടത്തിവിട്ട് ശുദ്ധീകരിച്ച് പുകച്ച് ശുദ്ധീകരിച്ച് അങ്ങനെയാണ് ഇതിനകത്ത് ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുക. അതല്ലാതെ ക്യൂബയിലേക്ക് സ്വീകരിക്കില്ല. കാര്യം ഇത്തരം കാര്യങ്ങളെല്ലാം അവർ വളരെ കഠിനമായ നിയമങ്ങൾ കർക്കശമായി പാലിക്കുന്നതാണ്. അത് വല്ലാത്തൊരു ഇടയ്ക്ക് ചില സഭാകമ്പം തോന്നിയൊരു പ്രവർത്തനമായിരുന്നു അത്. പക്ഷേ പാർട്ടി ഒട്ടാകെയുണ്ട്, പാർട്ടി ജനറൽ സെക്രട്ടറി ഉണ്ട്, അതെല്ലാം വളരെ വലിയ ഒരു അനുഭവ സമ്പത്തായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം, എനിക്ക് രാജ്യസഭയിലൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ബേബി
ഈ അതിലൊരു പിന്നെ പുരുഷ വനിതാ തുല്യതയ്ക്ക് വേണ്ടിയുള്ള സംഭവം. അതായത് രാജ്യസഭ ഹൂയിസു ഞാൻ ഒരുപക്ഷെ മറന്നുപോയേനെ അത്. ബട്ട് അത് ഹൂയിസുവിൽ അമ്മയുടെ പേരുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ബേബിയാണത് അതിൻ്റെ ഒരു. ഞാൻ അക്കാര്യത്തിൽ വലിയൊരു സമരം, ഈ സ്ത്രീ പുരുഷ തുല്യത എന്ന് പറയുന്നത് സ്ത്രീകളോട് ഒരു വർദ്ധിച്ച പരിഗണന കാണിക്കുന്നുണ്ടെന്നുള്ള, സ്ത്രീകളോടുള്ള വർദ്ധിച്ച അവഗണന പാടില്ല എന്നുള്ളതാണ്. ചിലർ കാര്യത്തിൽ ഞാൻ വളരെ വല്ലാത്തൊരു അതൊരു എൻ്റെ ഒരു ഒബ്സഷനാണ്. പക്ഷെ അതൊരു വലിയൊരു കോസായി മാറിയത്. അതായത് ഇപ്പം ഈ പറഞ്ഞ പാർലമെൻറ്റിൽ പോലും പിന്നെ അച്ഛന് കിട്ടുന്ന ഒരു എന്താ പറയുക സ്ഥാനം അമ്മയ്ക്ക് കിട്ടുന്നില്ല, മെമ്പർമാരുടെ അല്ലേ? അതായിരുന്നല്ലോ വിഷയം. അതെ, കാരണം ഹൂയിസുവിൻ്റെ ചോദ്യാവലിയിൽ അച്ഛൻ്റെ പേരേ ചോദിക്കുന്നുള്ളൂ, അമ്മയുടെ പേര് ചോദിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 100% ഉറപ്പുള്ളത് അമ്മ ആരാണെന്നാണ്, എന്നിട്ട് നിങ്ങൾ അച്ഛൻ്റെ പേരേ ചോദിക്കുകയുള്ളൂ എന്ന് വരുന്നത്. ഞാൻ ഹൗസിൽ ഇത് പറഞ്ഞതാണ്. അന്ന് നജ്മ ഹെപ്തുള്ളിയാണെന്നത്, അന്ന് പ്രൊസീഡ് ഓവർ ചെയ്തവരാണെന്ന്. ഇടയ്ക്കിടയ്ക്ക് ബേബി ബേബി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷേ അവർ രാഷ്ട്രീയമായിട്ട് വളരെ വലിയ അപകടങ്ങൾ അവസാനം കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു പിന്നെ ശരിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ശാഠ്യം, അത് പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടാകേണ്ട ഒരു സ്വഭാവവിശേഷമാണ്. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ജെൻഡർ ഇക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രയോഗങ്ങളല്ല പലതുമുള്ളത്. ഇപ്പം ഈ ചർച്ച ചെയ്യപ്പെടുന്ന പുതിയ നിയമം, കേരള നിയമസഭ പാസാക്കിയ ആദ്യത്തെ നിയമം, പ്രൊഫഷണൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട നിയമം, അതിൽ ഹി എന്ന് വരുന്നിടത്ത് ഹി ഓർ ഷീ എന്ന് ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ഭേദഗതിയായി. കാര്യം ലോ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇവിടെ നന്ദി വിചാരിച്ചാലും അവർ മാറ്റം വരുത്തും. പക്ഷെ അവസാനം ഓറൽ അമെൻമെൻറ്റായിട്ട് അത് അവതരിപ്പിച്ചുകൊണ്ട് അത് ഈ നിയമത്തിൻ്റെ ഒരു ലിംഗതുല്യതയുടേതായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വേണം ഈ നിയമനിർമ്മാണം നടത്താനെന്നുള്ള ആ ന്യായമായ വാശി അത് പ്രയോഗത്തിൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യസഭയിൽ തന്നെ ആ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും അവസാനം അതിൽ വിജയിക്കാൻ കഴിഞ്ഞതിലും. അതെ, ഒരുപക്ഷെ രാജ്യസഭാ ഡിബേറ്റ്സിൽ എനിക്കൊന്ന് ബേബിക്ക് ചാരിതാർത്ഥ്യം തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകത്തിലൊന്നായിരിക്കാം അത്. ഏറ്റവും ചാരിതാർത്ഥ്യം തോന്നുന്ന ഘടകം അതല്ല. ഇൻ്റർനാഷണൽ ട്രീറ്റീസ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് റാറ്റിഫൈ ചെയ്യും, പാർലമെൻറ്റ് റാറ്റിഫൈ ചെയ്യണം. അമേരിക്കയിൽ സെനറ്റ് റാറ്റിഫിക്കേഷൻ പല രാജ്യങ്ങളിലും. ഞാൻ അന്ന് ഈ വിഷയം പഠിച്ചപ്പോൾ ലോകത്തെ 80-ലധികം രാജ്യങ്ങൾക്ക് റാറ്റിഫിക്കേഷൻ പ്രൊവിഷനുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു സംഭവമാണ് ഇത്. മുന്നോട്ട് വെക്കുന്നു അത്. അന്ന് അത് എഴുതിയപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എൻ്റെ പാർലമെൻ്ററി പ്രവർത്തനത്തിന് കിട്ടിയ, അതിന് ഒരുപാട് പോരായ്മകളുണ്ട്, വലിയ പ്രവർത്തനം നടത്തിയെന്ന് ഞാൻ വിമ്പളക്കുന്നില്ല. പക്ഷെ നടത്തിയ ചെറിയ പ്രവർത്തനത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ എഡിറ്റ് പേജിൽ ഒരു ലേഖനം എഴുതി ഈ പാർട്ടി. പിന്നെ നമ്മുടെ പാർലമെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെക്കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ മതിപ്പിടിഞ്ഞതും ഈ സന്ദർഭത്തിലാണ്. കാര്യം ഇത്ര പ്രധാനപ്പെട്ട ഒരു നിയമം സ്വകാര്യ പാർലമെൻറ്റിൽ പൊതുവെ ഈ സീറോ ഓവറിലെ ബഹളത്തിനപ്പുറത്തേക്കുള്ള ഒരു സംഭവമില്ല. എനിക്കൊന്നും അതിപ്പോൾ നിയമസഭയ്ക്കും ബാധകമായിരിക്കാം അല്ലേ? പലയിടത്തും ബാധകമാണ്. ചിലൊരു സീരിയസ് കഥയില്ലായ്മയുടെ പിന്നാലെ പോവുക, സീരിയസ് പാർലമെൻ്ററി ഡിബേറ്റ്സ് ഇല്ല. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ പത്രങ്ങൾ, അതായത് പത്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പത്രത്തെ അല്ല, ഒരു ഈ പറഞ്ഞ പോലെ ഗോസിപ്സിനാണ് കൂടുതൽ സ്ഥാനം കിട്ടുന്നത്. ഒരു യഥാർത്ഥ വാർത്തയ്ക്കോ അല്ലെങ്കിൽ വിവരം ഡിസ്മിനേറ്റ് ചെയ്യുന്നതിലല്ല, മറിച്ച് കോൺട്രവേഴ്സി. അതെനിക്ക് തോന്നുന്നത് ഒരു പത്രപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു ദൗർബല്യത്തിൻ്റെ പ്രതിഫലനമാണിത്. അപ്പോൾ ഈ പറഞ്ഞ ഈ സ്ത്രീ പുരുഷ തുല്യ, പിന്നെ സ്വാഭാവികമായിട്ടും ബേബിയുടെ നക്ഷത്രം തന്നെ രോഹിണിയാണ്. അത് പിന്നെ ഒരു സത്യമാണല്ലേ? ഏത് സത്യമാണ്? രോഹിണിയാണെന്നുള്ളത്. ഈ രോഹിണി എന്നുള്ളത് ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രമാണെന്നൊക്കെ പറയുന്നുണ്ട്. മഹാന്മാരുടെയൊക്കെ ഒരു നക്ഷത്രമാണ്. അല്ലാത്ത എന്നെപ്പോലുള്ള ചില പാവങ്ങളും അതേ നക്ഷത്രം. നമ്മളൊരു എന്താ പറയുക, ഒരു നർമ്മത്തിൻ്റെ നോട്ടിലാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ബേബി തിരിച്ചു വരാം. നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പ്ലേ ചെയ്ത് കഴിഞ്ഞ ശേഷം തിരിച്ചൊന്ന് റീപ്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ബേബി നിൽക്കുന്ന ഒരു ഭൂമിക കേരളത്തിലെ ഏറ്റവും ക്രൈസിസ് ത്രെഡനായിട്ടുള്ള ഒരു മേഖലയാണ്. ഞാനത് ഈ പറഞ്ഞ പോലെ ആദ്യം തുടങ്ങി അവസാനത്തിലേക്കത് അല്പം ഭാഗം മാറ്റി ബോധപൂർവം വെച്ചതാണ്. ഏറ്റവും ക്രൈസിസ് ത്രെഡനായിട്ടുള്ള ഭൂമിയിൽ നിൽക്കുകയാണ് നമ്മൾ. അതായത് ബേബി തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ ഒരു കോട്ടയാണ് ഈ വിദ്യാഭ്യാസപരമായ സംഭവങ്ങൾ. ഇത്രത്തോളം സ്ഥാപിത താല്പര്യങ്ങൾ കെട്ടുമണിഞ്ഞ് കിടക്കുന്ന ഒരു മേഖല ചിലപ്പോൾ വേറൊരു മേഖലയിലുണ്ടാവില്ല. ഇപ്പോൾ സ്വകാര്യ വ്യവസായികളെക്കാളും കൂടുതൽ കെട്ടുറപ്പും അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കും താല്പര്യങ്ങളും കൂടുതലുള്ളൊരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. ഈ ഒരു സ്ഥാപിത താല്പര്യത്തിൻ്റെ കോട്ടയെ ഭേദിക്കാനുള്ള ഒരു ഇച്ഛാശക്തി അല്ലെ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് അതിനുള്ള ഇച്ഛാശക്തിയുണ്ട്. ആ ജനങ്ങളെ
ശരിയായൊരു വീക്ഷണത്തിൽ യോജിപ്പിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ തയ്യാറാവണം. കോൺഗ്രസും UDFും നിയമസഭയ്ക്കുള്ളിൽ ഈ നിയമത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത്. അവരവരുടെ സംശയങ്ങളും ആശങ്കകളും വിമർശനങ്ങളും ഒക്കെ അവിടെ പറഞ്ഞു. എന്നാലും ഞങ്ങൾ ഇതിനോട് സഹകരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സഹകരണ വാഗ്ദാനം കേവലം യാന്ത്രികമായി എതിർത്ത് ഞങ്ങൾ വോട്ട് ചെയ്തില്ല എന്നതിൽ മാത്രം ഒതുക്കി നിർത്താതെ സത്യസന്ധമായും ആത്മാർത്ഥമായും കേരളീയ വിദ്യാഭ്യാസത്തെ പാവപ്പെട്ടവർക്കും സമൂഹത്തിൻ്റെ പുറമ്പോക്കുകളിലേക്ക് തള്ളി നീക്കപ്പെട്ടവർക്കും അധസ്ഥിതർക്കും അതേസമയം ജാതിപരമായിട്ടെല്ലാം വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ മുന്നോക്കമെന്നോ ഒക്കെ വിവക്ഷിക്കപ്പെടുന്നവരിൽ തന്നെ ദരിദ്രരായ വലിയൊരു വിഭാഗമുണ്ട്. അവരെയും പരിഗണിക്കുന്നതാണ് ഈ പുതിയ നിയമം. അപ്പം ഏത് കോണിൽ നിന്നുകൊണ്ട് പരിശോധിച്ചാലും വളരെ വ്യത്യസ്തമായ കേരളീയ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവയ്ക്ക് പരമാവധി പരിഗണന കൊടുക്കുന്ന മികവിന്, മെറിറ്റിന് 85% മെറിറ്റിൽ നിന്നായിരിക്കണം, ഏകജാലക സമ്പ്രദായത്തിലൂടെ ആയിരിക്കണം. ഈ നിലയിലുള്ള ഒരു നിയമം ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് കൂട്ടായിട്ട് കേരളീയ രാഷ്ട്രീയ സമൂഹം അതിൻ്റെ ഇച്ഛാശക്തി ഉപയോഗപ്പെടുത്തിയാൽ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കൊന്നും കേരളത്തിന് വെളിയിൽ എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ രണ്ടുപേരും. നമ്മൾ മറ്റ് പല സർവകലാശാലകളുടെ പ്രവർത്തനം ഞാനൊരു വിദ്യാർത്ഥി നിലയിൽ കണ്ടിട്ടുണ്ട്, ബേബി ഒരു വിദ്യാർത്ഥി നേതാവ് നിലയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖല ഇത് എനിക്ക് തോന്നുന്നു ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഇത് പറയുന്നത് ഒരു വിവാദം ഉണ്ടാക്കുമോ എന്നുള്ള ആശങ്കയിൽ പറയാതിരിക്കരുത്. സത്യസന്ധമായി പറഞ്ഞാൽ ഇവിടെയുള്ള നമ്മുടെ ഒരു ഒട്ടുമിക്കവാറും അധ്യാപക സുഹൃത്തുക്കൾ അവർ പഠിച്ചപ്പോൾ പഠിച്ചതിനപ്പുറത്തേക്ക് പഠിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പം നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി നടപ്പിലാക്കിയ UGC സ്കീം, പക്ഷെ പിന്നീട് അത് ഈ പറഞ്ഞ പോലെ സാലറിയിലുള്ളൊരു വർധന ഉണ്ടായിരുന്നില്ലാതെ അത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം ഞാൻ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസവും കേരളത്തിന് വെളിയിലുള്ള ഉന്നത വിദ്യാഭ്യാസവും നേരിട്ട് കണ്ട ഒരു വിദ്യാർത്ഥി നിലയിൽ പറയുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രായത്തിൻ്റെ ബഹുഭൂരിപക്ഷം പങ്കും ഞാൻ ചെലവഴിച്ച ഒരു വിദ്യാർത്ഥിയായിട്ടാണ്. വയസ്സ് അധികമായിട്ടില്ലെന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, സത്യസന്ധമായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതായത് ഒരു നിഷ്ക്രിയമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നുള്ളതിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ബില്ലുകളേക്കാൾ കൂടുതൽ ചിലപ്പോൾ വെല്ലുവിളിയായിട്ട് വരാവുന്ന ഒരു മേഖല ഇതായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാര തകർച്ച കേരളത്തിലെ ഏറ്റവും ഗൗരവമായി നാം കണക്കിലെടുക്കേണ്ട ഒരു പ്രശ്നമാണ്. ഈ ഗവൺമെൻറ് ആ പ്രശ്നത്തെ ഗൗരവത്തിൽ കാണുകയാണ്. ഒട്ടേറെ നടപടികൾ ഈ രംഗത്ത് ഇടപെട്ട് ഏറ്റെടുക്കാൻ LDF ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാര തകർച്ചയെക്കുറിച്ച് ഗൗരവമായി പഠിക്കാൻ, ആധികാരികമായി പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുകയല്ല, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഒരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ രൂപീകരിക്കുക എന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമാണ്. അത് അധികം വൈകിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതിന് പരിണിതപ്രജ്ഞരായ ആളുകളെ ഈ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാര തകർച്ച തടയാൻ വേണ്ട വളരെ സൂക്ഷ്മമായ ഇടപെടലുകൾ LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. സ്കൂൾ വിദ്യാഭ്യാസ നിലവാര തകർച്ചയും ഒരു പ്രശ്നമാണ്. അത് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ ബ്രിട്ടാസിൻ്റെ സുഹൃത്ത് തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഏറ്റവും നിലവാരത്തിൽ പിന്നോക്കം നിൽക്കുന്ന 104 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവയുടെ നിലവാരം ഉയർത്താൻ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ, സമർപ്പിതമായിട്ടുള്ളൊരു പ്രവർത്തന പദ്ധതി അത് ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ 104 സ്കൂൾ ഒതുക്കി നിർത്താനല്ല, ആ 104 സ്കൂളുകളിൽ ഈ പ്രവർത്തന പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാനും പെൻഷൻ പറ്റിയ അധ്യാപകരെ, അധ്യാപക രക്ഷാകർതൃ സമിതികളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, പ്രാദേശിക കൂട്ടായ്മകളെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ സ്കൂള് ഉയർന്നു വരണം, ഇതിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തണം. ഈ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഈ അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ്, അൺറെക്കഗ്നൈസ്ഡ് പ്രതിഭാസം ഉണ്ടല്ലോ ഞാൻ ബേബി നടത്തിയൊരു പ്രസ്താവന എനിക്ക് തോന്നുന്നു പത്രങ്ങളിലൊക്കെ കാർട്ടൂണുകൾക്കൊക്കെ വേദിയായിട്ടുണ്ട്. അതായത് അധ്യാപകർ അവരുടെ മക്കളെ, ഞാനതിൻ്റെ ഈ കോൺട്രവേഴ്സി പാർട്ടിലേക്ക് പോയിട്ടില്ല. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞ എന്തുകൊണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു 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 MPhil ഡിസർട്ടേഷൻ ഞാൻ കാണാനിടയായി JNU. അത് കേരളത്തിലെ ഈ പറഞ്ഞ സെഗ്രഗേഷൻ എന്നുള്ളത് അതൊരു സാമ്പത്തികമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇതെനിക്ക് തോന്നുന്നത് ബേബി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതായത് ആദ്യകാലത്ത് ഇവിടെ ഏറ്റവും വലിയ സമ്പന്നന്മാർ അവരുടെ മക്കളെ അയച്ചിരുന്നത് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു.
ആ ഗവൺമെൻറ് സ്കൂളിലേക്ക് ദരിദ്രർ അല്ലെങ്കിൽ പിന്നോക്കക്കാർ ദളിതർ എത്തിയപ്പോൾ അവർ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ആ മക്കളെ എയ്ഡഡ് സ്കൂളിലേക്ക് ആക്കി. ആ എയ്ഡഡ് സ്കൂളിൽ പിന്നെ അവർ വന്നപ്പോൾ അവർ എയ്ഡഡ് സ്കൂളിൽ നിന്ന് അവർ ഈ പറഞ്ഞ അൺഎയ്ഡഡിലേക്ക് മാറി. അത് കഴിഞ്ഞ് അവിടെ ഇവരെത്തിയെന്ന് കണ്ടപ്പോൾ അവരെ പബ്ലിക് സ്കൂളിലേക്ക് വിട്ടു. ഈ പബ്ലിക് സ്കൂളിൽ ഇവരെത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവർ പബ്ലിക് സ്കൂളിൽ നിന്ന് വിദേശത്തെ സ്കൂളിലേക്ക് വിടും. ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ പിന്നെ മറക്കാൻ പാടുണ്ടോ? വിദേശത്തേക്ക് വിടുക, വിദേശ സ്കൂളുകൾ ഇവിടെ സ്ഥാപിക്കുകയോ ചെയ്യും. അതാണ് അവരുടെ പദ്ധതി. ഈ ഒരു പ്രക്രിയയെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് നടത്തിയൊരു പഠനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് ഇത് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു വല്ലാത്തൊരു ദൂഷിക വലയത്തിൽ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. നല്ല പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളും കൂടെ പഠിച്ചിരുന്നുവെന്നും ഇതിനിടയ്ക്ക് സ്ഥാപിക്കുന്നുണ്ട്. പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾ ഒരുമിച്ച് പഠിച്ചിരുന്നു. കറക്റ്റ്, സ്റ്റാൽ കറക്റ്റ്. അപ്പോൾ ഈ തമാശയുടെ എലമെൻറ്റ് മാറ്റി വെച്ചാൽ ഒന്ന് ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ആ ഡെസർട്ടേഷൻ്റെ കോപ്പി എനിക്ക് പിന്നെ തരാൻ കഴിയുമെങ്കിൽ അതിനകത്ത് വളരെയധികം ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയം ഈ ഗവൺമെൻറ് അഭിസംബോധന ചെയ്ത് കഴിഞ്ഞു. ഈ ഗവൺമെൻറ് ഇപ്പം ചുമതല ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. ഈ തവണ ഒരുപാട് അപേക്ഷകർ വന്നു. കഴിഞ്ഞ ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടതായിരുന്നു, ഏതാണ്ട് എടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും പുതുതായിട്ട് അനുമതി കൊടുക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ. അത് വലിയൊരു വിപ്ലവകരമായ തീരുമാനം എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ ആദ്യം KER അനുസരിച്ചും നമ്മുടെ നാട്ടിൽ നിലവിലുള്ള മറ്റ് നിയമങ്ങളനുസരിച്ചും ഇപ്പോൾ നിലവിലുള്ള സ്കൂളുകളെക്കുറിച്ച് ഒരു പഠനം നടത്തുക. ഗവൺമെൻറ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ, പബ്ലിക് സ്കൂൾ, ഇതിനെക്കുറിച്ചല്ല. ആ പഠനത്തെ തുടർന്ന് മാത്രം ഇനി ഏതെല്ലാം തരത്തിലുള്ള എത്ര സ്കൂളുകൾ നമ്മുടെ നാടിന് താങ്ങാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ നാടിന് ആവശ്യമുണ്ട്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ സ്കൂളുകളുടെ അനുമതിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ഏറ്റവും പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ബേബി, അതുപോലെ മുണ്ടശ്ശേരി മാസ്റ്റർ, എനിക്ക് തോന്നുന്നു ബേബീനെ അഭിനവ മുണ്ടശ്ശേരി എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നു അത്? അദ്ദേഹത്തെ മുണ്ടശ്ശേരി അങ്ങനെ താഴ്ത്താൻ അപമാനിക്കാൻ വേണ്ടിയാണ് ദൃശ്യം. അതെ. എന്തായാലും മുണ്ടശ്ശേരി മാസ്റ്റർ പിന്നെ ഒരു സ്വതന്ത്ര നിലയിലാണ് വന്നത്. പക്ഷേ അത് ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണക്കിൽ തന്നെ പെടുത്തണം. പക്ഷേ അതിനുശേഷം ഇപ്പം ഈ പറഞ്ഞ CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാന പ്രവർത്തകരാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഈ ചലഞ്ചസാണ് ഒരു പക്ഷേ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുക. ചില വകുപ്പുകൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കിട്ടിയ അലോക്കേഷൻസ് എവിടെ ചിലവഴിക്കണം എന്നുള്ളതായിരിക്കാം. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ അലോക്കേഷൻ്റെ വകുപ്പല്ല. അത് ഒരുപാട് ദിഷണയുടെയും ഭാവനയുടെയും മനസ്സിൻ്റെയും പിന്നെ ഐഡിയാസിൻ്റെയും കോൺസെപ്റ്റിൻ്റെയും ഒക്കെ ഒരു മേഖലയാണ്. ആ ഒരു മേഖലയിലേക്ക് ഇതിന് ഉത്തരം പറയണ്ട, കാരണം ഉത്തരം പറഞ്ഞാൽ ബുദ്ധിമുട്ടി പോകും. ആ ഒരു മേഖലയിലേക്ക് വളരാനുള്ള ഒരു സാഹചര്യം ബേബിക്ക് ഉണ്ടാകട്ടെ എന്ന് ഔപചാരികമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ അഭിമുഖത്തിൽ പങ്കെടുത്തതിന്, സഹകരിച്ചതിന്, കുറച്ച് അതിന് സംസാരിച്ചതിന് വളരെയധികം നന്ദി പ്രകടിപ്പിക്കുന്നു.